ഒരു വേദഭാഗം നമുക്ക് വായിച്ച് അതിൽ നിന്ന് ധ്യാനിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ മൈക്കിൽ കൂടെ വായിച്ച് നമ്മെ കേൾപ്പിക്കും. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെ തന്നെ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. നിൽക്കട്ടെ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് എന്നാണ് പദം. ആക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഈ ശുശ്രൂഷയിൽ ഞാൻ ആയതല്ല, ദൈവം എന്നെ ആക്കിയതാണ്. ഉണ്ട്. പ്രാരംഭത്തിൽ ദൈവമക്കളോട് ഞാൻ ഒരു ദൂത് പറയാം. ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കണം. നാട്ടിലൊരു ചൊല്ലുണ്ട്, ഡോക്ടറെ മോൻ ഡോക്ടർ, എഞ്ചിനീയറെ മോൻ എഞ്ചിനീയർ, അഡ്വക്കേറ്റിന്റെ മോൻ അഡ്വക്കേറ്റ്, തയ്യക്കാരന്റെ മോൻ തയ്യക്കാരൻ, പാസ്റ്ററുടെ മോൻ അവിടെ ആ തെറ്റ്. അങ്ങനെ ഒരു തിയോളജി ഇതിൻ്റെ അകത്തില്ല. പാസ്റ്ററുടെ മോൻ പാസ്റ്റർ ആയിക്കോണമെന്നൊരു നിർബന്ധം ഇതിൻ്റെ അകത്ത് ഇല്ല. ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അവർ പഠിക്കട്ടെ, അവർ പഠിച്ച് അവർ നല്ല സ്ഥാനങ്ങളിലോ ജോലിയിലോ ഒക്കെ എത്തി മാതാപിതാക്കളെ സംരക്ഷിച്ച് അവരൊരു നല്ല സ്ഥാനത്തെത്തട്ടെ. അപ്പോൾ കർത്താവ് അവരെ വിളിക്കുകയാണ്, വള്ളവും വലയും വിട്ട് എൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് പൂർണ്ണ സപ്പോർട്ട് കൊടുത്ത് അവരെ വേലയ്ക്ക് ഇറക്കുക. അതാ ചെയ്യണം. അല്ല 10ാം ക്ലാസ് തോറ്റു എന്നാൽ പിന്നെ നീ ബൈബിൾ കോളേജിൽ പോടാന്ന് പറയുന്ന പരിപാടിക്ക് ഉള്ള പരിപാടിയല്ല സുവിശേഷ വേല. പൗലോസ് ശ്ലീഹ പറയാം, ദൈവം എന്നെ ആക്കി ഈ ശുശ്രൂഷയിൽ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ എടുത്തു പറയുന്നത്, ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കണം. പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾ കർത്താവിന്റെ വേല ചെയ്യാനും ദൈവം അവരെ ഒന്ന് വിളിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. അതിനിപ്പോൾ എന്നാ കുഴപ്പം? പക്ഷെ അല്ലാതെ നിർബന്ധിച്ച് ഇതിലോട്ട് ഇറക്കരുത്. അത് ദൈവങ്ങളോട് ഞാൻ ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവമായി പറയുക. അതിൻ്റെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിള്ളേരൊക്കെ ജോലി ചെയ്യാൻ മടിയായിട്ട് വിയർപ്പിൻ്റെ അസുഖമായിട്ട് ഇപ്പം ബൈബിൾ എടുത്ത് ഇറങ്ങിയിട്ട് എന്തെല്ലാം വിഡിത്തം പൊതുജനത്തിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ സുവിശേഷം പറയാൻ മേല. മനസ്സിലായോ? പിന്നെ സ്വതന്ത്രമൊക്കെ പോയി ആ തുടക്കത്തിലെ കല്ലേടിയാ പോട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൗലോസ് പറയുകയാണ്, ഈ ശുശ്രൂഷയ്ക്ക് ദൈവം എന്നെ ആക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പൗലോസിനോട് ചേർന്ന് ഷമീർ എന്ന ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ ബൈബിൾ എടുത്തു പിടിച്ചുകൊണ്ട് പ്രസംഗിക്കാനോ പ്രാർത്ഥിക്കുന്ന ജനത്തിന് നടുവിൽ ഇങ്ങനെ നിൽക്കാനോ ആശിച്ചതല്ല. സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ആക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത വാചകം ശ്രദ്ധിക്കണം, വായിച്ചേ. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. കണ്ടോ? ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന പ്രസംഗകരൊന്നും നമുക്ക് ഇന്ന് കാണാൻ പറ്റില്ല. ഇന്ന് പറയും, മുമ്പേ ഞാൻ അമേരിക്കയിലായിരുന്നു, പെട്ടെന്ന് യോഗത്തിന് വേണ്ടി അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ബാംഗ്ലൂർ വന്നു, പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് തിരുവനന്തപുരത്ത്, അങ്ങനെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാനിങ്ങനെ UK-യിലായിരുന്നു. അവിടെ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ കാണുന്നത്. പക്ഷെ ഒത്തിരി പറയാനുള്ളൊരു മനുഷ്യൻ പറയുക, എനിക്കൊന്നും പറയാനില്ല, ഞാനൊരു ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ഒക്കെ ആയിരുന്നു. ദേവദാസൻ അതുപോലെയാ കുറച്ചു മുമ്പ് പറഞ്ഞേ, ഒന്നും പറയാനില്ല. ഇവിടുത്തെ ബസ് സ്റ്റേഡിൽ കള്ളു കുടിച്ച് കിടന്ന മനുഷ്യൻ ഇവിടുത്തെ ബസ് സ്റ്റേഡിൽ നിന്നുകൊണ്ട് മാന്യമായി കർത്താവിനെ പ്രസംഗിച്ചു. അതിനേക്കാൾ വലിയ എന്താ ഉള്ളത്? അത് തന്നെയാ വേണ്ടത്. പൗലോസ് പറയാണ്, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എന്ന്. എന്താ പൗലോസ് അങ്ങനെ പറയാൻ കാരണമെന്ന് പൊതുജനത്തോട് പറയാം. കാര്യം അവർക്ക് ഈ കക്ഷി അത്ര അറിയത്തില്ലല്ലോ, അതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്താം. ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യന് മുമ്പ് മറ്റൊരു പേരുണ്ടായിരുന്നു, ശൗൽ എന്നായിരുന്നു പേര്.
അദ്ദേഹത്തിന് ഒരു ഹോബി ഉണ്ടായിരുന്നു. എന്താ ഹോബി എന്നറിയാമോ? നമ്മുടെ നാട്ടിലെ പല അണ്ണന്മാർക്കും ഉള്ള ഹോബിയാ. എന്താ? ഈ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഇടങ്ങേറ്. നമ്മുടെ നാട്ടിലുള്ള പല അണ്ണന്മാർക്കും ഈ ഹോബി ഉണ്ട്. പ്രാർത്ഥിക്കുന്നവനെ കാണുമ്പോൾ ഒരു ഇടങ്ങേറ്, അല്ലേ? നമ്മുടെ നാട്ടിലും ഉണ്ട് അങ്ങനെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ ഏതാണ്ട് അന്യഗ്രഹ ജീവികളെ കാണുന്ന പോലെ കണ്ണും തള്ളി നോക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് എന്നാ കൂട്ടമാന്നൊക്കെ ഇങ്ങനെ നോക്കും. പൗലോസിന്റെ ഹോബി എന്താന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുക. അതായിരുന്നു പുള്ളിയുടെ ഹോബി. അക്കാലത്തെ ഭരണകൂടത്തിന്റെ അനുവാദവും കൂടെ കിട്ടിയപ്പോൾ അതിനായി കുതിരപ്പുറത്ത് മസിലും ധരിപ്പിച്ചു പാഞ്ഞു പോകുന്ന ശൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തൊട്ടു. കുതിരപ്പുറത്തുനിന്ന് നിലത്തേക്ക് മറിഞ്ഞു വീണു. തന്റെ കണ്ണിന്റെ ഫീസ് അടിച്ചു പോയി. എന്റെ നാട്ടുഭാഷ ഞാൻ ഇങ്ങനെ പറയും, കണ്ണിന്റെ ഫീസ് അടിച്ചു പോയപ്പോൾ അവൻ കർത്താവിനെ കണ്ടു. ഇന്നും ചിലരങ്ങനെ കണ്ണും കരളും കിഡ്നിയൊക്കെ അടിച്ചു പോകുമ്പോഴാണ് പ്രാർത്ഥനക്കാർ തപ്പി നടക്കുന്നത്. ആരോഗ്യത്തോടിരിക്കുമ്പോൾ പുറകെ നടന്ന് വിളിച്ചാലും വരൂല. IC യൂണിറ്റിൽ കിടക്കുമ്പോൾ പാസ്റ്റർമാരെ തപ്പി നടക്കുക പ്രാർത്ഥിക്കാനായിട്ട്. എന്തിനാണോ ആവോ? നല്ല ആരോഗ്യത്തോടിരിക്കുമ്പം ഇതൊക്കെ കേട്ടുകൂടെ? അപ്പൊ ദൈവജനത്തെ ഉപദ്രവിക്കുവാൻ വന്ന ശൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദൈവത്താൽ പിടിക്കപ്പെട്ടിട്ട് സുവിശേഷത്തിന്റെ പോരാളിയായി മാറിയ അനുഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നു, ഞാൻ ഉപദ്രവിയും ദൂഷകനും നിഷ്ഠൂരനുമായിരുന്നു എന്ന്. ഇന്ന് രാത്രി പൗലോസിനോട് ചേർന്ന് ഷമീർ അബ്ദുൽ സലാം എന്ന് ഞാനും പറയും. ഏകദേശം അത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം ഞാനും അങ്ങനെയൊക്കെയായിരുന്നു. അത്രയൊന്നുമില്ല, അതിന്റെ അറ്റത്തൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ബാപ്പാന്റെ പേര് അബ്ദുൽ സലാം, ഉമ്മാന്റെ പേര് ജമീല ബീവി. എനിക്ക് 2 സഹോദരിമാരുണ്ട്, സോഫിയ, ജാസ്മിൻ. എനിക്കൊരു വല്യമ്മയുണ്ട്, നിങ്ങൾ വല്യമ്മച്ചി എന്ന് പറയുന്ന പോലെ അമ്മയുടെ ചേച്ചി ആയിഷ ബീവി. ഇതാണ് കുടുംബം. വളരെ ചെറിയ പ്രായത്തിൽ, കുഞ്ഞു പ്രായത്തിൽ ഒരു തൊപ്പിയൊക്കെ ഇട്ട് മദ്രസയിൽ മതപഠനത്തിനായി കടന്നുപോയ ഓർമ്മ എനിക്കുണ്ട്. ആ കടന്നുപോയ കാലങ്ങളിൽ ഞങ്ങളുടെ നാട്ടിൽ ഈ കൊട്ടിപ്പാടി ഇങ്ങനെ കൈയടിച്ചു തുള്ളുന്ന ആളുകളൊന്നും ഇല്ല, കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് ഞങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിൽ കത്തോലിക്കരായ ചില സഹോദരങ്ങൾ താമസമുണ്ട്. അവരുടെ വീട്ടിൽ താടിയും മുടിയും നീട്ടി വളർത്തി ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ രൂപം കണ്ട് ഇവരാണ് ക്രിസ്ത്യാനി, ഇതാണ് യേശു എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന ബാല്യകാലം. വിശ്വാസ ചിട്ടകൾ അനുസരിച്ച് നമസ്കാരവും നോമ്പും മറ്റു കാര്യങ്ങളും ഒക്കെയായി തന്നെ കടന്നുപോയ ബാല്യകാലം. മറ്റെന്തിനേക്കാളും മതത്തിനു വേണ്ടി നിൽക്കണമെന്ന് പഠിപ്പിച്ച് വളർത്തിയ കാലഘട്ടം. പ്രസവിച്ച തള്ള പോലും അതിൻ്റെ തൊട്ട് താഴെയുള്ളൂ, ജനിപ്പിച്ച അപ്പൻ പോലും മതത്തിന് താഴെയുള്ളൂ, ദീനിനാണ് പ്രാധാന്യമെന്ന് പഠിപ്പിച്ച് വളർത്തിയ ബാല്യകാലം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പേടിയൊന്നും ഇല്ലാതെ വളർന്നു ചെറിയ പ്രായത്തിൽ. അങ്ങനെ വളർന്നു വന്ന യൗവനകാലത്തിന്റെ നടുവിൽ പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിപ്പം പ്രത്യേകിച്ച് പറയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും പറയാം. 16-17 വയസ്സ് പ്രായമെത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ വാപ്പ എന്നെയും എൻ്റെ പെങ്ങന്മാരെയും ഉമ്മായിയൊക്കെ ഉപേക്ഷിച്ചിട്ട് 10 കിലോമീറ്റർ അപ്പുറത്ത് പോയി രണ്ടാമത് കെട്ടി. പ്രായം കുറവാ, 45 വയസ്സോ ഉള്ളൂ പുള്ളി, അതുകൊണ്ടായി. ഏതായാലും അങ്ങനെ ഒരനുഭവം ജീവിതത്തിലേക്ക് കടന്നു വന്നു. കുഴപ്പമൊന്നുമില്ല, കാര്യം അത് ഒക്കെ അംഗീകരിക്കപ്പെട്ടതായതുകൊണ്ട് പിന്നെ ഇനി 2-3 കൂടെ ബാക്കിയുണ്ട് പ്രമാണം അനുസരിച്ച്. അപ്പൊ ഏതായാലും അങ്ങനെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വന്നിട്ട്
ജീവിതത്തിന്റെ മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചിട്ട് പഠനം യൗവനകാലത്തിൽ കോളേജ് ക്യാമ്പസ് മോഹങ്ങളും സ്വപ്നങ്ങളുമായി ജീവിച്ച ജീവിതം വളരെ പെട്ടെന്ന് ഡൈവേർട്ടായി വഴിമാറി. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നത് പോലെ എൻ്റെ യൗവന ജീവിതം വഴിമാറി. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും മറികടക്കാൻ കൂട്ടുകാരിൽ ആശ്രയിച്ചു. കൂട്ടുകാര് കൊല്ലത്തെ ഡിസ്ട്രിക്ട് ആശുപത്രിയുടെ പുറകുവശത്തെ സുരഭി ബാറിൽ കൊണ്ടിരുത്തി സമാധാനം വാങ്ങി തന്നു ഒരു കുപ്പി. ആദ്യമായിട്ട് സമാധാനം അകത്തോട്ട് പോയപ്പോൾ അതേ സ്പീഡിൽ അത് പുറത്തോട്ട് വന്നു. അത് ആദ്യമൊക്കെ അങ്ങനെ അളിയ, പിന്നെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ അളിയന്മാരെല്ലാം കൂടെ നിന്നു. ചുരുക്കി പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കണ്ണും പൂട്ടി ഒരു പോക്ക് പോയി. കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പുകൾ അടിയുണ്ടാക്കുക, പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിക്കുക, ആളില്ലാത്ത വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ കയറിയിരുന്ന് സന്ധ്യയ്ക്ക് പൊറോട്ടയും ഇറച്ചിയും കുപ്പിയും പൊട്ടിച്ച് വട്ടം കൂടിയിരുന്ന് പാട്ടും കൂത്തും ഗാനമേളയൊക്കെ നടത്തുക. അങ്ങനെയുള്ള കലാപരിപാടി. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കും ഒക്കെ ചാക്കിലാക്കി അങ്ങനെ ചില കലാപരിപാടികളൊക്കെ ആയി യൗവന പ്രായം തലതിരിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇട്ടേച്ചു പോയതിനേക്കാൾ വേദന ഉമ്മായിക്കും പെങ്ങന്മാർക്ക് എൻ്റെ ജീവിതം കൊണ്ടുണ്ടായ കാലങ്ങളിലേക്ക് ജീവിതം വഴിമാറി. അങ്ങനെ തകർച്ചയുടെ അനുഭവത്തിലേക്ക് എത്തി. മുൻപോട്ട് ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം തീർക്കാമെന്ന നിലയിൽ എൻ്റെ ഉമ്മയും പെങ്ങന്മാരും തീരുമാനിച്ചിരുന്ന സമയത്ത് സുവിശേഷത്തിന്റെ നാദം കാതുകളിൽ എത്തുവാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയാം, അവൻ ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് അപ്പുറത്ത് 2002 ഈ സുവിശേഷം കാതുകളിൽ വന്ന് പതിച്ചത് കൊണ്ട് ഇന്ന് ഈ ഭൂമുഖത്ത് ഞാനും എൻ്റെ ഉമ്മയും പെങ്ങന്മാരും സമാധാനത്തോടെ ജീവിക്കുന്നത് ഈ സുവിശേഷത്തിന്റെ നാദം നിമിത്തമാണ്. അന്ന് കേട്ട സുവിശേഷം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ വേദപുസ്തകം എന്താണ് എന്ന് പഠിക്കുവാൻ എനിക്കൊരു താല്പര്യമുണ്ടായി. കാരണം ബൈബിൾ തിരുത്തപ്പെട്ടതാണ് എന്നും മനുഷ്യൻ ഇതിനകത്ത് കൈകടത്തലുകൾ നടത്തിയെന്നും ഇത് ദൈവത്തിന്റെ ഗ്രന്ഥമല്ല, വചനമല്ല എന്നും പഠിപ്പിച്ചിരുന്ന കുഞ്ഞു മനസ്സിന്റെ അകത്ത് നിന്ന് ഈ ബൈബിൾ എന്താണ് എന്നറിയണം എന്ന് ഒരാശയുണ്ടായി. ആ ആശയിൽ എൻ്റെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ വന്നു. ചോദ്യം 1, ഈ പുസ്തകം തിരുത്തപ്പെട്ടു എങ്കിൽ, ഇതിൻ്റെ അകത്ത് മനുഷ്യൻ കൈകടത്തിയെങ്കിൽ, ഇതിൻ്റെ അകത്ത് ഇത് ദൈവികമല്ല എങ്കിൽ, തിരുത്തപ്പെടാത്ത ഒരു ഫോട്ടോസ്റ്റാറ്റ് എങ്കിലും സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയാതെ പോയോ? ഇത് തിരുത്തപ്പെട്ടതാണെങ്കിൽ തിരുത്തപ്പെടാത്ത ഒരു ഫോട്ടോ കോപ്പി എങ്കിലും സൂക്ഷിച്ചു വെക്കണ്ടായിരുന്നോ ഇത് തമ്മിൽ ഒത്തു നോക്കാൻ വേണ്ടി? അങ്ങനെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലും ഉലകത്തിൽ ആർക്കും പറയാനില്ല. പിന്നെ പറയാനുള്ളത് എന്താ? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പലതും കുഞ്ഞനാളിൽ എന്നെ പഠിപ്പിച്ച ആ പുസ്തകത്തിൽ ഉണ്ടല്ലോ എന്നാണ് പിന്നെ പറയാനുള്ള ഏക പരിഹാരം. കൂടുതൽ പഠിച്ചു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ പുസ്തകത്തിൽ പറഞ്ഞു കഴിഞ്ഞ അനന്തരം ഏകദേശം 600-610 വർഷങ്ങൾക്ക് ശേഷമാണ് ആ പുസ്തകം പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ പുസ്തകം കൂടുതൽ പഠിക്കുവാൻ ആവേശമുണ്ടായി. ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ ഇങ്ങനെ പറയാം, ഈ പുസ്തകം എന്തെന്നറിയുവാൻ ഇത് വായിക്കാൻ തുടങ്ങിയ ഞാൻ വായിക്കും തോറും ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിൽ എനിക്ക് അഭിമാനം തോന്നിയ ഇന്ന് രാത്രി ഈ ദേശത്തോട് പരസ്യമായി പറയുന്നതിൽ സന്തോഷിക്കുന്നു. അപ്പൊ ചോദിക്കാം, അങ്ങനെ അഭിമാനിക്കാൻ എന്താണോ ഈ പുസ്തകത്തിലുള്ളത്? ചോദിക്കാം. 1, ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ കാര്യം പരസ്യമായി പറയാം. ഈ പുസ്തകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പല തവണ ആവർത്തിച്ച് ഷമീർ അബ്ദുൽ സലാം വായിച്ചു. പക്ഷേ ഈ പുസ്തകത്തിന്റെ അകത്ത് ഒരൊറ്റ പേപ്പറിന്റെ അകത്ത്, ഒരൊറ്റ പേജിൽ, ഒരു പേപ്പറിന്റെ അകത്ത് ഒരു മൂലയ്ക്ക് പോലും
മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം. പരസ്യമായല്ലേ പറയുന്നത്? സംശയമുള്ളവരുണ്ടെങ്കിൽ ഇത് മേടിച്ചൊന്ന് വായിച്ചു നോക്ക്. ഈ പുസ്തകത്തിൽ എവിടെങ്കിലും ഒരിടത്ത് മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഈ പുസ്തകം താഴെ വെക്കാം. ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല. ഇത് മതത്തിന്റെ പുസ്തകമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത് ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല. ഈ പുസ്തകം പിന്നെ എന്താണ് എന്നറിയുവാൻ ആവേശത്തോടെ ഞാനിത് വായിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ ഉമ്മ ബൈബിൾ എടുത്ത് കട്ടിലിനടിയിലോട്ട് ഒറ്റ ഏറു കൊടുത്തിട്ട് പറയുക, എന്റെ റബ്ബേ, ഇനി ഏതെല്ലാം ഇബ്ലീസിനെ ഇതിന്റെ അകത്ത് വിളിച്ചു കയറ്റാനാണോ ഇവൻ ഈ പരിപാടിയും കൊണ്ട് ഇറങ്ങിയേക്കുന്നതെന്നും പറഞ്ഞ് എന്റെ ഉമ്മ വലിയ ബഹളം ഉണ്ടാക്കി. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക എന്റെ അമ്മ. ഹല്ലേലൂയ, ആമേൻ. കൃപയാൽ ഉമ്മയും പെങ്ങന്മാരും ജീവനുള്ള ദൈവത്തെ അറിയുവാൻ ദൈവം ഭാഗ്യം നൽകി. വല്യമ്മ നമസ്കാരവും നോമ്പും ഒക്കെ ആയിട്ട് ജീവിച്ച എന്റെ വല്യമ്മ യേശു കർത്താവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ കൃപയാൽ 2002 ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, എടാ നിനക്കെന്തോ അബദ്ധം പറ്റി പോയതാടാ, അങ്ങനൊന്നും ആരും പോകത്തില്ലടാ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ എൻ്റെ അടുത്ത് കമന്റ് അടിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ചിന്ത, എന്നെ പോലെ അബദ്ധം പറ്റി പോയവരാരെങ്കിലും വേറെ കാണുമോ? അന്നേ ഒരു ധൈര്യത്തിന് ഒരു അന്വേഷണം ആരംഭിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, പാസ്റ്റർ നസീർ ആലപ്പുഴയിലുണ്ടെന്ന്. ഇന്ന് കർത്താവിന്റെ ദാസൻ നിത്യതയിൽ. അന്ന് ഞാന് എന്നാ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ആലപ്പുഴയ്ക്ക് വണ്ടി കയറി. അവിടെ ചെന്നപ്പോൾ നസീർ പാസ്റ്ററേയും കുടുംബത്തെയും കണ്ടു. ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ചോദിച്ചു, എന്നാ വിശ്വാസത്തിൽ വന്നത്? അപ്പൊ പുള്ളി പറയുക, ഞാനൊക്കെ വരുന്നതിന് 10 വർഷം മുമ്പേ പുള്ളി വിശ്വാസത്തിൽ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ വന്നിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? ഉടനെ നസീർ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയത്തുണ്ടല്ലോ എന്ന്. വിട്ടില്ല, നേരെ കോട്ടയത്ത് പോയി സിയാദ് മുഹമ്മദിനെ കണ്ടു. അപ്പൊ പാസ്റ്റർ സിയാദ് മുഹമ്മദ് പറഞ്ഞു, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ടെന്ന്. വിട്ടു നിലമ്പൂർക്ക്. പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തെ കണ്ടപ്പോ പറഞ്ഞു, പാസ്റ്റർ റഫീഖ് വയനാട്ടിലുണ്ടെന്ന്. വിട്ടു റഫീഖിനെ കാണാൻ വയനാട്ടിൽ ചെന്നപ്പോ പറഞ്ഞു, പാസ്റ്റർ മുനീർ കാസർഗോഡ് ഉണ്ടെന്ന്. മുനീറിനെ കണ്ടപ്പോ പറഞ്ഞു, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂരുണ്ടെന്ന്. വഹാബിനെ കണ്ടപ്പോ പറഞ്ഞു, അനിയൻ അബ്ദുൽ സമദ് തിരുവനന്തപുരത്ത് എവരിയോം ക്രൂസൈഡിലുണ്ടെന്ന്. അങ്ങനെ വന്നപ്പോ പറഞ്ഞു, സൗദ ബീവി ഉണ്ടെന്ന്. പിന്നെ പറഞ്ഞു, റംല തോമസ് ചെങ്ങന്നൂരുണ്ടെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഓടി നടന്ന് ഇപ്പൊ ഫോണിന്റെ അകത്ത് മുഴുവൻ പറഞ്ഞാൽ തീരാത്ത നമ്പറുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് സത്യദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ മനസ്സിലായി, ഇതൊരു അബദ്ധം പറ്റിയതല്ല. പ്രൈസ് ദി ലോർഡ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച ഒരു കൺവെൻഷന് പോയപ്പോൾ അവിടെ പരസ്യം വായിക്കാനുള്ള നോട്ടീസ്, പല കൺവെൻഷന്റെ നോട്ടീസ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ അതിന്റെ അകത്ത് പാസ്റ്റർമാരുടെ പേരൊക്കെ ചുമ്മാ എടുത്ത് നോക്കിയപ്പോഴോ പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻകുട്ടി, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, രാജപ്പൻ, എല്ലാം പാസ്റ്റർ. ഓക്കെ, എല്ലാവരും യേശുവിന്റെ പിന്നാലെയാ. ആമേൻ. അപ്പൊ എന്തുകൊണ്ട് ഈ പുസ്തകത്തിലേക്ക് തിരിയണം എന്നുള്ളത് സംബന്ധിച്ച് ഈ പുസ്തകം ഒന്ന് വായിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ ഈ പുസ്തകം എന്താണ് ജനത്തോട് സംസാരിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. കാരണം ഇത് മതപുസ്തകമാക്കി വെച്ചിരിക്കുമല്ലയോ. എന്നാൽ ഞാൻ ഇത് മുഴുവൻ വായിച്ചിട്ടും ഇതിൻ്റെ അകത്ത് മതം കണ്ടില്ല. പകരം മനുഷ്യനും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തെയായി ഈ പുസ്തകം പഠിപ്പിക്കും. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ്, പടച്ചവൻ ദൈവം, ആ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് വിശുദ്ധ വേദപുസ്തകം ജനത്തെ പഠിപ്പിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ഇതിന്റെ അകത്തൊരു മതവും ഇല്ല. എന്തിനധികം പറയുന്നു, ക്രിസ്തുമതം എന്ന് പറഞ്ഞൊരു പദം പോലും ഇല്ല.
ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം യേശു ക്രിസ്തു ഇവിടെ സ്ഥാപിച്ചിട്ടും ഇല്ല. പിന്നെ ആരാ ഇത് ഉണ്ടാക്കിയത്? ഈ മെനകെട്ട മനുഷ്യന്മാരുണ്ടാക്കിയത്. പറഞ്ഞു പറഞ്ഞു മതമാക്കി. അങ്ങനെ പറഞ്ഞു ആക്കിയ പലതും നമ്മുടെ നാട്ടിലുണ്ട്. അതിന് മാറാൻ പാടാ. അങ്ങനല്ലേ? ഈ ബസിന്റെ അകത്ത് 2 ബെല്ലടിച്ച് വണ്ടി പോട്ടെ എന്ന് പറഞ്ഞു വിടുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കിളി. കിളി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടോ? ക്ലീനർ എന്നാണ് ആ പോസ്റ്റിന്റെ പേര്. നാട്ടുകാർ പറഞ്ഞു വർഷങ്ങളായി പറഞ്ഞു ഈ കിളി പിന്നെന്തായി? ക്ലിയായി. ഇത് മാറൂല. നമ്മുടെ സഹോദരിമാര് പറയും, ചേട്ടാ ഇന്നലെ കൂടെ പറഞ്ഞിട്ട് മറന്നുപോയ മാർക്കറ്റിൽ നിന്ന് വരുമ്പോ ശരി കരിയാപ്പല മേടിക്കാൻ. കരിയാപ്പല എന്ന് പറഞ്ഞൊരു ഇലയുണ്ടോ? നിങ്ങൾ പറ. കറിക്കിടുന്ന വേപ്പില അഥവാ കറി വേപ്പില എന്നാ പറഞ്ഞു എന്തായി? കരിയാപ്പല. ഇത് മാറുമോ? ഇതുപോലെ ക്രിസ്തു മതം അല്ല ശരി, ക്രിസ്തു മാർഗമാണ് ശരി. ക്രിസ്തു മാർഗം, യേശു ക്രിസ്തു ഒരു മാർഗമാണ്, വഴിയാണ്. എങ്ങോട്ടുള്ള വഴി? യേശു പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല, പിതാവിരിക്കുന്നിടത്ത് എത്തത്തില്ല. ചുരുക്കി പറഞ്ഞാൽ മേപ്പോട്ട് പോകാൻ ഒരൊറ്റ വഴിയേ ഉലകത്തിലുള്ളൂ. അത് സാക്ഷാൽ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആമേൻ. അപ്പൊ ഇത് മതം പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്താണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത് എന്നാണ് അടുത്ത വാക്യം താഴേക്ക് പൗലോസ്ലീഹ പറയുന്നത്. വായിച്ചാട്ടെ. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് പറയാ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കെതിരെ ഞാൻ നിന്നത് എന്റെ അറിവില്ലായ്മ കൊണ്ടായതുകൊണ്ട് ദൈവം ക്ഷമിച്ചു, കരുണ ലഭിച്ചു. ദൈവത്തിന് മഹത്വം. അടുത്ത വാക്ക്, നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് കേട്ടോ വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. അപ്പൊ യേശു ക്രിസ്തു മതം സ്ഥാപിക്കാനല്ല ലോകത്തിലേക്ക് വന്നതെന്നും മറിച്ച് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അതുകൊണ്ട് പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയോടും പറയാം, എടാ നിനക്ക് ബിവറേജിൽ പോയി കുപ്പി പൊട്ടിച്ചടിക്കാനല്ല യേശു ലോകത്തിൽ പറഞ്ഞത്, പാപികളെ രക്ഷിപ്പാൻ. മനസ്സിലായോ? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ പാപിയുണ്ടോ? ചോദ്യം. പാപി ഉണ്ടെങ്കിലല്ലേ പാപിയെ രക്ഷിക്കാൻ വരേണ്ട ആവശ്യമുള്ളൂ. എന്റെ കുഞ്ഞുനാളിൽ ചെറിയ പ്രായത്തിൽ തന്നെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച് തലച്ചോറിന്റെ അകത്ത് കയറ്റിയത് മനുഷ്യൻ പാപം ചെയ്തു എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ സൃഷ്ടാവായ ദൈവം പടച്ചവൻ പരമകാരുണികനും ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനും ആയതുകൊണ്ട് ആദമൗവ ദമ്പതികളുടെ പാപം തോട്ടത്തിൽ വെച്ച് തന്നെ പൊറുക്കപ്പെട്ടു എന്നാ പഠിപ്പിച്ചത്. പക്ഷേ ബൈബിള് വായിച്ചപ്പോ പറയുന്നു പൊറുക്കപ്പെട്ടില്ല. ആദാമ്യ പാപത്താൽ സകല മനുഷ്യനും പാപത്തിനടിമപ്പെട്ടു എന്നാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ല. ഇതിലേതാണ് യാഥാർത്ഥ്യം എന്ന് പഠിക്കുവാൻ പുസ്തകം വായിക്കാൻ തുടങ്ങി. ഈ പുസ്തകം വായിച്ചപ്പോൾ എന്റെ തലച്ചോറിന്റെ അകത്ത് ബോധ്യം വന്ന കാര്യങ്ങളാണ് ഇനി അടുക്കടുക്കായിട്ട് അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഒന്ന് കേട്ടേച്ച് അത് തരക്കേടില്ല എന്ന് തോന്നിയാൽ വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഈ സുവിശേഷത്തിനൊരു പ്രത്യേകതയുണ്ട്. മര്യാദയ്ക്ക് വാടാന്ന് പറയുന്ന ഭാഷ ഇതിനില്ല. ചെവിയുള്ളവൻ അത്രേ ഉള്ളൂ. ഇവിടെ ഒരു യോഗം വെച്ചു, പ്രസംഗം നടത്തി, അതുകൊണ്ട് അയലത്തുകാരെല്ലാം നാളെ തൊട്ട് ഇങ്ങോട്ട് വാ, മര്യാദയ്ക്ക് വാന്ന് പറയുന്ന പരിപാടിയൊന്നും ഇതിനില്ല. ഇത് കേൾപ്പിക്കണമെന്നേ ഇതിന്റെ അകത്തുള്ളൂ. അതുകൊണ്ട് ഇത് പ്രസംഗിക്കും. പിന്നെ ചില അണ്ണന്മാർ പ്രസംഗിക്കണ്ടെന്ന് അതൊക്കെ അങ്ങ് മനസ്സേ ഇരിക്കത്തുള്ളൂ. ഞങ്ങളെപ്പോലുള്ളവരെ വിളിച്ചത് പ്രസംഗിക്കാൻ, അതൊക്കെ പ്രസംഗിക്കും. അപ്പൊ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലാത്തവൻ വേണമെങ്കിൽ ചെവി പഞ്ഞു വെക്കുവോ, അല്ലെങ്കിൽ പിന്നെ സീരിയൽ വെച്ചിട്ട് ഇച്ചിരി സൗണ്ട് കൂട്ടി അടിച്ചു ഇട്ടോട്ട് അവിടെ ഇരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബോധ്യം വന്ന കാര്യം അടുക്കടുക്കായി അങ്ങോട്ട് പറയാൻ പോവുക. എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? ഒന്ന് കാതു തുറന്ന് കേട്ടോ. പാപം ഏദൻ തോട്ടത്തിൽ വെച്ച് പൊറുക്കപ്പെട്ടോ? പടച്ചവൻ പുറത്തു കൊടുത്തോ? ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.
ഈ പുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ബോധ്യം വന്ന കാര്യങ്ങൾ: ഒന്ന്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ആരംഭിക്കുന്നു. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന പടച്ചവനെ, സൃഷ്ടാവിനെ ഈ പുസ്തകത്തിൽ കണ്ടു. ഇപ്പം പെന്തിക്കോസുകാർ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പടച്ചവൻ എന്ന് പറയുന്നു. എന്നാന്ന് പടച്ചവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേരല്ല, പടച്ചുണ്ടാക്കിയവനെന്നേ അർത്ഥമുള്ളൂ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നൊരർത്ഥമേ ഉള്ളൂ. ദൈവം എന്ന് പറഞ്ഞാൽ ശക്തനായവൻ എന്ന അർത്ഥമേ ഉള്ളൂ. ഇതൊന്നും ദൈവത്തിന്റെ പേരല്ല. ഇപ്പൊ നിങ്ങള് പിന്നെ പാസ്റ്റർ വിളിക്കും, പാസ്റ്ററേ എന്ന് വിളിച്ചാൽ പാസ്റ്റർ എന്നാന്ന് വിളി കേൾക്കും. പുള്ളിയുടെ പേര് പാസ്റ്റർ എന്നാണോ? ആണോ? അല്ല, പേരുണ്ട് വേറെ, പക്ഷെ പാസ്റ്റർ എന്ന് വിളിച്ചാലും കേൾക്കും എന്ന് പറഞ്ഞ പോലെ ദൈവമേ എന്ന് വിളിച്ചാലും ദൈവം കേൾക്കും, പക്ഷെ ദൈവത്തിന്റെ നാമം അതല്ല. അപ്പൊ ചിന്തിക്കുക, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ദൈവത്തെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. മനോഹരം. 6-ാം ദിവസമായപ്പോൾ ദൈവം ഇങ്ങനെ പറയുന്നു: ഇനി നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും ഒരു മനുഷ്യനെ ഉണ്ടാക്കാം. അപ്പൊ സ്വർഗത്തിലെ സൃഷ്ടാവിന്റെ പദ്ധതിയിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ശ്രദ്ധിച്ചോണേ, മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ കന്നുകാലി ഉണ്ടാകട്ടെ, പറവജാതി ഉണ്ടാകട്ടെ, മൃഗജാതി ഉണ്ടാകട്ടെ, ഇടജാതി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ അങ്ങ് ഉണ്ടാകട്ടെ എന്നല്ല തമ്പുരാൻ പറഞ്ഞത്. പിന്നെയോ, ദൈവം തന്റെ കരങ്ങളാൽ നിലത്തെ പൊടി മണ്ണുകൊണ്ട് ഒരു മനുഷ്യരൂപം നിർമ്മിച്ചു. അനക്കമില്ല. അനക്കം വെച്ചത് എപ്പോഴാ? അവന്റെ മൂക്കിലേക്ക് സ്വർഗത്തിലെ പടച്ചവൻ സൃഷ്ടാവ് അവന്റെ മൂക്കിലേക്ക് ഒരു ഊത്തൂതി. ആ ഊത്തിനാൽ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇന്ന് രാത്രി ദേശത്തോട് പറയാം, ആ ഒരു ഊതൽ കൊണ്ട്, ആ സൃഷ്ടാവിന്റെ ആ ഊതൽ നിമിത്തം അവൻ ഇവിടുത്തെ ചരാചരങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു ബോണസ് മനുഷ്യൻ എന്ന് പറയുന്ന എനിക്കും നിനക്കും ലഭിച്ചു. ആ ബോണസാണ് വിലപ്പെട്ട ആത്മാവ്. ആത്മാവുള്ളവനായി സൃഷ്ടാവ് ഈ ഭൂതലത്തിൽ സൃഷ്ടിച്ച ഒരേ ഒരു സൃഷ്ടി അത് ഞാനും നീയുമാണ്. സ്നേഹിത, സഹോദര, മനുഷ്യനാണ്. അല്ലേ? മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? പറ. നിങ്ങളെ ഈ അടുത്ത അയലത്ത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എടി രമണി, വീട്ടിലെ പട്ടി ചത്തടി, അടുത്ത ആഴ്ച 16 അടിയന്തരവാടി, ഇഡലി തിന്നാൻ പറഞ്ഞ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ക്രിസ്ത്യാനി വിളിച്ചിട്ടുണ്ടോ? പിന്നെ എടി മറിയാമേ, വീട്ടിലെ പശു ചത്തു, പാട്ട് കുർബാനയ്ക്ക് അച്ഛനൊക്കെ വരും, നിങ്ങളും വരണമെന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മുസ്ലിം സഹോദരങ്ങൾ വിളിച്ചിട്ടുണ്ടോ? എരുമ ചത്തു, 11-ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും, ബിരിയാണി അടിക്കാൻ പറഞ്ഞെന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മൃഗങ്ങളും ചത്താൽ എടുത്തു കുഴിച്ചിട്ട് വിഷയം കഴിഞ്ഞു. മനുഷ്യൻ മരിച്ചാലോ? ശേഷക്രിയ, മോക്ഷക്രിയ, പാട്ട് കുർബാന, അടിയന്തരം, കത്തം, അങ്ങനെ കിടക്കുക. എന്താ കാര്യം? വിലപ്പെട്ട ആത്മാവ് മനുഷ്യന്റെ മേലുണ്ടെന്ന ബോധ്യം. ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് കുടുംബ പ്രശ്നം ഉണ്ടായ ഒരു ചേച്ചി തന്നെത്താൻ ചാകാൻ വേണ്ടി ഫാനെ കുരുക്കിട്ടു. ഫാനെല്ലാം കൂടെ ഒടിഞ്ഞ് താഴോട്ട് വീണു. പോലീസുകാർ വന്നപ്പോൾ ആത്മഹത്യാ ശ്രമത്തിനെതിരെ കേസ്. അതെന്തിനാ? തന്നെത്താൻ ചാകാനെതിരെ കേസ്. ആത്മാവിനെ ഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പിടികിട്ടിയോ? വിലപ്പെട്ട ആത്മാവുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി എനിക്ക് ഒന്നുകൂടെ സന്തോഷം തോന്നിയൊരു കാര്യം പറയാം. അടുത്ത പദം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്ന് കണ്ടിട്ട് അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്ത ദൈവം അവരെ കുറിച്ച് ഇങ്ങനെ എഴുതി: അങ്ങനെ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഹിന്ദുവായി സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനായി സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയായി സൃഷ്ടിച്ചെന്നല്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇന്ന് രാത്രി തലച്ചോറുള്ള മനുഷ്യാതി കേട്ടോ, സ്വർഗത്തിലെ സൃഷ്ടാവ് ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ ആകെ കൂടെ കാണുന്ന 2 ജാതിയുള്ളടോ. ഒന്ന് ആണും ഒന്ന് പെണ്ണും. അതിന്റെ അപ്പുറത്തെ സകല നാശകോടാലിയും ഈ ഇരുകാലി മനുഷ്യനുണ്ടാക്കിയതാണെന്ന് ഇനിയെങ്കിലും മനുഷ്യൻ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. ഈ തിരിച്ചറിവില്ലാത്തോണ്ടാ തമ്മിലടി.
ജാതിയുടെ പേര്, മതത്തിന്റെ പേര്, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ, കളറിന്റെ, കൊടിയുടെ ഒക്കെ പേര് അടിക്കുക. ഒരു കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടെ പറന്ന മനുഷ്യരുടെ കയ്യും കാലും വെട്ടാനും കഴുത്തറക്കാനും ഒന്നും ഒരു മടിയില്ല. എന്താ കാര്യം? തിരിച്ചറിയുന്നില്ല. ദൈവം ഇവിടെ മതം സ്ഥാപിച്ചിട്ടില്ലടോ, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മനോഹരം. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം, ചെക്കന്റെ പേര് പറ. നിങ്ങൾ പോയ, നിങ്ങൾ ഫ്യൂണറൽ അടക്ക ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്ന പോലെ. ഇത് സന്തോഷത്തിന്റെ ദിവസമല്ലേ? എന്നാ പറ. ആ ചെറുക്കന്റെ പേര് ആദം, പെണ്ണിന്റെ പേര് ഹവ്വ. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം നടന്ന ഓഡിറ്റോറിയം വേണേ പറയാ ഏദൻ, അല്ലേ? നടത്തിയ ഉപദേശി ആരാന്ന് ചോദിച്ചാൽ സെൻട്രൽ പാസ്റ്റർ അല്ല, യഹോവയായ ദൈവം. ആമേൻ. അപ്പൊ ചില ആളുകൾ പറയാ, ഓ പിന്നെ നിങ്ങളുടെ ദൈവം ആദ്യമായിട്ട് കല്യാണം നടത്തി പോലും. ആദം ഹവ്വ. അതിന് 6 മാസം മുമ്പേ ഞങ്ങളുടെ ദൈവം നടത്തിയായിരുന്നു. ആ പെണ്ണിന്റെ ചെറുക്കന്റെ പേരൊന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കേറി വാ, മൈക്ക് തരാം. വായോ. ഉലകത്തിൽ ഏത് മനുഷ്യനോട് ആദ്യത്തെ മനുഷ്യർ ആരാന്ന് ചോദിച്ചാൽ പറയുന്ന 2 പേരേ ഉള്ളൂ. ഏതാ? ആദം ഹവ്വ. അത് ആദ്യം പറഞ്ഞ പുസ്തകം ഏതാ? ബൈബിള്. പക്ഷെ ബൈബിൾ ഇച്ചിച്ചിയ. എങ്ങനുണ്ട്? ഈ പുസ്തകമാ പറഞ്ഞത്. ഇത് പറഞ്ഞൊരു 600 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഖുർആൻ പറഞ്ഞത്, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ അത് വിട്ടേച്ചതെടുത്തത്. ഇത് കഥയൊന്നും അല്ലല്ലോ, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? ഉള്ള കാര്യം പറഞ്ഞ. കാരണം ഇതിന്റെ രചയിതാവ് ജനിക്കുന്നത് AD 570. AD 570 സൗദി അറേബ്യ ജനിക്കുന്നത്. 40 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ വെളിപാട് കിട്ടിയത് എന്ന് പറയപ്പെടുന്നത് രേഖകളിൽ. അപ്പൊ 570 + 40 = 610. അതിന് മുമ്പേ പുസ്തകം പറഞ്ഞു ഇതൊക്കെ. അതുകൊണ്ടാ വിട്ടേച്ച് ഇങ്ങോട്ട് എടുത്തത്. അപ്പോ ആദ്യത്തെ കല്യാണം ആദം ഹവ്വ ദമ്പതികൾ. സന്തോഷം. ദൈവം അവരെ യോജിപ്പിച്ചു. ഏദൻ പൂങ്കാവനത്തിൽ അവരായിരുന്നു. ദൈവത്തോടൊപ്പം വസിക്കാനുള്ള ഭാഗ്യം. ഒരു കാര്യം മനുഷ്യൻ മനസ്സിലാക്കണം, മനുഷ്യനെ കുറിച്ച് ദൈവം എന്നും ആഗ്രഹിക്കുന്നത് ദൈവത്തോടൊപ്പം വസിക്കണമെന്ന്. ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് ആ പദവി നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ച് ആ പദവിയിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് സുവിശേഷം. അത്രയുള്ള കാര്യം. അതുകൊണ്ട് ആദാമിനെ കുറിച്ചൊരു പദം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആദാം ദൈവത്തിന്റെ മകൻ. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. പുത്രത്വം ഉള്ളവനായിട്ടാണ് ഏദനിൽ ഉണ്ടായിരുന്നത്. പുത്രത്വം നഷ്ടപ്പെട്ടത് എപ്പോഴാ? പാപം അകത്ത് കയറിയപ്പം പുത്രത്വം പോയി. ഇനി ആ പുത്രത്വം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ വഴിയുണ്ടോ? ഉണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ ദൈവ അധികാരം കൊടുത്തു. ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരിച്ചു പിടിക്കാൻ ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ഗ്രേസ് പീരീഡാണ് ഈ 70-80 വർഷത്തെ ആയുസ്. 20 തിരിച്ചു പിടിച്ചവരുണ്ട്, 30 തിരിച്ചു പിടിച്ചവര് ഉണ്ട്, 40 തിരിച്ചു പിടിച്ചവരുണ്ട്, 80 തിരിച്ചു പിടിക്കാത്ത തളയും ഉണ്ട്. മനസ്സിലായോ? കാണുന്നിടത്തെല്ലാം വചനം കേൾക്കും, സുവിശേഷം കേൾക്കും. രക്ഷിക്കപ്പെടാൻ പറഞ്ഞ പോത്തിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന തല ഇങ്ങോട്ട് വലിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ഏദൻ പൂങ്കാവനത്തിൽ ആദം ഹവ്വ ദമ്പതികൾ. മനോഹരം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ. ആകെ കൂടെ 2 മനുഷ്യൻ, ആദം ഹവ്വ. ആകെ കൂടെ ദൈവം, യഹോവയായ ദൈവം. മനുഷ്യര് തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യര് ഇല്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ ദൈവങ്ങൾ. മനോഹരം. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അപ്പോഴാണ് കാതലായ ഒരു വിഷയം. സൃഷ്ടാവായ ദൈവത്തിങ്കൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു വിരുദ്ധൻ. അതാരാ? അതിനെയാണ് ഈ ലോക മനുഷ്യർ പല പേരുകളിലാണ് വിളിക്കുന്നത്. പിശാച്, പിശാശ്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ വിവിധ നാമകരണങ്ങളിൽ സംബോധന ചെയ്യുന്നവൻ. അപ്പൊ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ചിലപ്പം തലച്ചോറിനകത്തൊരു ചോദ്യം വരും, അതെന്നാ ഉപദേശി കുറച്ചു മുമ്പേ പറഞ്ഞു ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം, ആകെ കൂടെ 2 മനുഷ്യൻ, ആദം ഹവ്വ. അപ്പം ഇതിന്റെ ഇടയ്ക്ക് പിശാച് എവിടുന്ന് വന്നു? ന്യായമായ ചോദ്യം. ഉത്തരം തേടി പുസ്തകം പഠിക്കുമ്പോൾ കാണുന്നു, മനുഷ്യവർഗത്തെ സൃഷ്ടിക്കും മുമ്പ് ദൂതസംഘത്തെ സൃഷ്ടിച്ചു സ്വർഗത്തിൽ.
മാലാഖവൃന്ദവും സാറാഫുകളും രാവും പകലും ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വർഗത്തിലെ സിംഹാസനം കണ്ടപ്പോൾ ദൂതന്മാരിൽ ഒരുത്തന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ചിന്ത വന്നെന്ന്. എന്താ? ദൈവം ഇരിക്കുന്ന ആ കസേരയിൽ ഒരു ദിവസം ഞാനൊന്ന് ഇരിക്കും, അന്ന് ഈ ആരാധനയൊക്കെ ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും എന്ന് അന്ന് തുടങ്ങിയതാണ് ഈ കസേരക്കുള്ള അടി. ഇന്നും തീർന്നിട്ടില്ല. കസേരയ്ക്ക് അടിക്കുന്നവന്റെ എല്ലാം ഉള്ളിൽ പരിശുദ്ധാത്മാവല്ല, ലൂസിഫറാണ്. അത് സൂപ്രണ്ടിന്റെ കസേരയായാലും സെൻട്രൽ പാസ്റ്ററുടെ കസേരയായാലും അവന്റെ എല്ലാം അകത്തിരിക്കുന്നത് ലൂസിഫറാണ്. നിങ്ങളുടെ സ്വത്രം പോകുമെന്ന് എനിക്കറിയാം. അതങ്ങനെ തന്നെയാണ്, മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ തന്നെയാണ്. പരിശുദ്ധാത്മാവാണ് എൻ്റെ അകത്തിരിക്കുന്നതെങ്കിൽ ഈ ദൈവദാസനും ഞാനും ഈ കസേരയ്ക്ക് വേണ്ടി മത്സരിക്കാൻ തുനിഞ്ഞാൽ എൻ്റെ അകത്ത് ലൂസിഫർ ആണെങ്കിൽ ഞാൻ ഈ ദൈവദാസനെ കുറിച്ച് വൈരാഗ്യത്തോടെ പറയും. അങ്ങേരെ കയറ്റരുത്, അങ്ങേർക്ക് കൊടുക്കരുത്, അങ്ങേര് കഴിവില്ല, അവന് ഭക്ഷണമൊക്കെ അങ്ങനല്ല, അവൻ ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്. അതേസമയം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണെങ്കിൽ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണാൻ പഠിപ്പിച്ച ആ പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ ഞാൻ പറയും, ആ ദൈവദാസനെ നിങ്ങൾ ആ സ്ഥാനം ഏൽപ്പിക്കണം, അദ്ദേഹം അത് മനോഹരമായി കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാനുള്ള മനസ്സാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ അങ്ങനെയാണോ കാണുന്നതിൻ്റെ ഇടയ്ക്ക്? ഇതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം കളി, അത് ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചർച്ചയിൽ വന്ന് പറയാം. തൽക്കാലം അത്ര നിൽക്കട്ടെ. അപ്പൊ ഒരു കാര്യം എന്തായാലും ഉറപ്പാ, അധികാരമോഹം ദൈവത്തിൽ നിന്നുള്ളതല്ല. കസേരയ്ക്ക് ഹൃദയത്തിൽ ആഗ്രഹിച്ചു ദൂതൻ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, സ്രഷ്ടാവിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദൈവമോ അവൻ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്നേ ഗ്രഹിക്കുന്നവൻ. ഇവിടെ മനസ്സിന്റെ അകത്ത് ചിന്തിക്കുമ്പോ തമ്പുരാൻ അറിയുമെന്ന്. കൺവെൻഷനെ വന്നിരിക്കുക, അപ്പോഴും കുക്കറിൽ തെർമൽ കുക്കറിൽ അരി ഇട്ടേച്ചാ വന്ന് ചെല്ലുന്നതിന് മുമ്പ് അത് എന്തുവോ തിളച്ചു പോവോ, ഇങ്ങനെ സമയത്ത് നിർത്തുവോ, എന്തുവാ ചിന്തിക്കുന്നത്, ഇതെല്ലാം തമ്പുരാൻ അറിഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ഇടയ്ക്ക് ചിലര് മാത്രം ദൈവമേ ദേശത്തോട് ഇടപെടണേ കരഞ്ഞുകൊണ്ടിരിക്കും. അതും ദൈവം അറിയുന്നുണ്ട്. അതനുസരിച്ചാ മറുപടി. അല്ലാതെ ഈ അടിച്ചു പെരുപ്പി ഇതിലൊന്നും കഥയൊന്നുമില്ല. അത് നിങ്ങൾക്ക് സഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന പകലും വൈകിട്ടും എന്നെ വിളി, ഞാൻ ശരിയാക്കി തരാം. വാക്യ സഹിതം വെച്ച് അങ്ങോട്ട് പഠിപ്പിക്കാം, എല്ലാം കുറച്ച് ഗുണപ്പെടും. സ്തോത്രം. പോട്ടെ. അപ്പൊ ശ്രദ്ധിച്ച്, ഹൃദയത്തിന്റെ അകത്ത് കസേര മോഹിച്ചവനെ ദൂരത്തു നിന്നറിഞ്ഞ മഹാദൈവം അവന്റെ പദവിയിൽ നിന്ന് അവനെ വെട്ടി ഭൂതലത്തിൽ പതിച്ചു. ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു എന്നാണ് മൂലഭാഷയിൽ. പാഴും ശൂന്യവും ആയിത്തീർന്ന ഭൂമിയിൽ മിച്ചം എന്തുണ്ട് ഉപദേശം എന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു മിച്ചം രണ്ടുണ്ട്. ഒന്ന്, ആഴത്തിന് മീതെ ഇരുളുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു. അപ്പൊ വെള്ളമുണ്ട്. വെള്ളം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്യമില്ലല്ലോ, വെള്ളം ഉണ്ട്, വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു. അപ്പൊ അത് മിച്ചമുള്ളതാണ്. അപ്പോ ഈ വെട്ടുകൊണ്ട് വീണവനാണ് പിശാച്. ഇനി പിശാചിനെ കുറിച്ച് പൊതുജനം മനസ്സിലാക്കിയിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യം പറയാം. ഈ പിശാച് എന്ന് പറഞ്ഞാൽ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് പണ്ട് ഈ ഒലിഡ TV എന്ന് പറയുന്ന ടിവിയുടെ പരസ്യത്തിൽ ഒരു മൊട്ടത്തലയും വരുമായിരുന്നു, കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലും കിരിച്ച്. ഇപ്പൊ പിശാച് എന്ന് പറഞ്ഞാൽ പലരുടെയും ചിന്ത ഇങ്ങനെ പല്ലും കിരിച്ചു വരുന്ന ഒരാളാണെന്ന ചിലരുടെ ചിന്ത. അല്ല. പിന്നെ ചിലരുടെ ചിന്ത പിശാച് എന്ന് പറഞ്ഞാൽ വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി ഇങ്ങനെ കിണറ്റുകാരെ വന്നിങ്ങനെ നിൽക്കുന്നു, വാഴത്തണ്ടേ കൂടെ വരുന്നു. ഇങ്ങനെയൊക്കെയാ പലരുടെയും ചിന്ത. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ച ആരുടെ ആത്മാക്കൾ അങ്ങനെ യൂണിഫോം ഇട്ടോണ്ടൊന്നും വരികയല്ല. ചുവന്ന ചുരിദാർ ഇട്ടോണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരി, പിന്നെ ദൈവം തുണിക്കച്ചവടം നടത്തുമല്ലേ, വരുന്നവർക്കെല്ലാം വെള്ളയും കൊടുത്തോണ്ടിരിക്കും, വേറെ പണിയില്ല. ഇതൊക്കെ ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച നാശമാണ്. അതുകൊണ്ട് സീരിയൽ കണക്കൊക്കെ നിർത്തി സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചോ. ശ്രദ്ധിച്ച്, സീരിയൽ കഴിഞ്ഞ ദിവസങ്ങളില് ഒരച്ചാനെ കണ്ടപ്പോ അച്ചായൻ നെഞ്ചത്ത് വലിയൊരു കുരിശ് വിട്ടോണ്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ചോദിച്ചു, ഇതെന്നാ അച്ഛാ ഇത്രയും വലിയ കുരിശ് നെഞ്ചത്തിട്ടേക്കുന്നതെന്ന്. കുരിശ് കണ്ട പിശാച്
അടുക്കുകയല്ലെന്ന്. അയ്യോ അച്ഛാ, അത് ഏത് ബൈബിളിൽ ഏത് പുസ്തകത്തിലാ? അത് ബൈബിളിലൊന്നും അല്ല, പിന്നെ സീരിയൽ കണ്ടു. സീരിയലിന്റെ അകത്ത് പിശാച് യൂണിഫോം ഇട്ടുകൊണ്ട് പുകച്ചു വരുമ്പോൾ അച്ഛൻ കുരിശെടുത്ത് കാണിക്കുമ്പോൾ പിശാച് ഓടിപ്പോകുന്ന കണ്ടിട്ടില്ലേന്ന്. ഉപദേശിച്ച് സീരിയൽ കാണാത്തോണ്ടാ, കണ്ടു നോക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലം പറ. സെമിത്തേരി. മാർബിളിന്റെ കുരിശ്, ഗ്രാനൈറ്റിന്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമെന്റിന്റെ കുരിശ്, എല്ലാ കുരിശും അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ പിശാചിന്റെ പൊടി പോലും കാണാത്ത സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ അവിടെ പോയിരുന്നല്ലേ കുർബാന കഴിക്കേണ്ടത്. പോയാലോ? പിന്നെ 10 മണി കഴിഞ്ഞാൽ രക്തം ജയം പറഞ്ഞ് അത് വഴി പോകില്ല. പോവോ? അപ്പൊ ഇമാതിരി മണ്ടത്തരങ്ങളാണ് മനുഷ്യൻ പഠിച്ചു വച്ചിരിക്കുന്നത്. ഈ മണ്ടത്തരമെല്ലാം ഈ സീരിയലിൽ നിന്ന് കിട്ടിയ മണ്ടത്തരങ്ങളാണ്. അതുപോലെ ഒരു മണ്ടത്തരമാണ് പിശാച് എന്ന് പറഞ്ഞാൽ ഈ മരിച്ചു കഴിഞ്ഞ് യൂണിഫോം ഇട്ട് തെങ്ങിൻ ചുവട്ടിലും കിണറ്റിക്കരയിലും വന്ന് നിൽക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ച് ആരുടെ ആത്മാക്കൾ അങ്ങനെ വരികയല്ല. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ഞങ്ങൾ ഉപദേശിമാര് പറയും, 10 പേര് തൂങ്ങിച്ചത്ത വീടുണ്ടോ, ഇങ്ങോട്ട് ഞങ്ങൾ താമസിച്ച് പ്രാർത്ഥന നടത്തി കാണിച്ചു. 2 കല്ലറയുള്ള വീട് കൊടുക്കാനിട്ടേക്കുന്നു. കല്ലറ ഉള്ളതുകൊണ്ട് ആരും എടുക്കുന്നില്ലെന്ന്. 10 കല്ലറ ഉണ്ടെങ്കിലും ചുളു വിലക്ക് കിട്ടിയാൽ ഞങ്ങൾ അടിച്ചെടുക്കും. അപ്പോഴേ എടുക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, പിശാച് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? ശ്രദ്ധിച്ചോ, അവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല. രാവിലെ വന്ന് കോളിംഗ് ബെൽ അടിച്ച ഗുഡ് മോർണിംഗ്, ഞാനാണ് പിശാച്, ഇന്ന് നിങ്ങളുടെ കൂടെ താമസിക്കുക, അങ്ങനെ പറയുന്ന ഒരാളല്ല. പിന്നെന്താ? ബൈബിൾ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ചില പരാമർശങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്, ദുരാത്മാവ് അവനെ മറിച്ചിട്ടു, അശുദ്ധാത്മാവെ ഇവനെ വിട്ടു. അപ്പൊ പ്രയോഗങ്ങൾ നോക്കണം. എല്ലായിടത്തും ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ്. ഇവനൊരു ആത്മാവാണ്. ഏതാത്മാവ്? ഇരുട്ടിന്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്. ഇരുട്ടിന്റെ ആത്മാവാണ് പിശാച്. ഈ പിശാച് അവൻ പല ശരീരങ്ങളെ ഉപയോഗിക്കുകയാണ് നാം മനസ്സിലാക്കുന്നത്. മനുഷ്യനായാലും തരക്കേടില്ല, മൃഗമായാലും തരക്കേടില്ല. മനുഷ്യനെ ഉപയോഗിച്ചതായി ബൈബിളിൽ കാണുന്നു. ഗദരദേശത്തൊരു മനുഷ്യന്റെ മേൽ കർത്താവ് വന്നിട്ട് ഇറങ്ങി പോടാന്ന് പറഞ്ഞപ്പോ എങ്ങോട്ട് പോയി? പന്നി, മൃഗങ്ങളുടെ മേൽ. അപ്പൊ ഇത് രണ്ടും ഉപയോഗിക്കും ഇവൻ. മനസ്സിലായില്ലേ? അല്ലേ? നിങ്ങൾ നോക്കിയേ, നാട്ടിലുള്ള ആളുകളെല്ലാം നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു പട്ടി കിടപ്പുണ്ട്. ഇങ്ങനെ കിടക്കുക, ഒന്നും ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കുന്ന ബൈബിൾ പിടിച്ചോണ്ട് പോകുമ്പോൾ പട്ടി ചാടിയുടെ നമ്മളെ കടിക്കാൻ വരിക. ഇത്രയും പേര് പോയപ്പോൾ ഇതിന് കടിക്കണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ ചാടി വരിക, മറ്റവൻ കയറുന്ന. ഇതൊക്കെ മർമ്മം. മനസ്സിലാക്കുന്നുണ്ടോ? മറ്റവൻ കയറുന്ന. പ്രാർത്ഥിക്കുന്നവനല്ലേ ആക്രമിക്കേണ്ടത്. കള്ളു കുടിച്ച് കിടക്കുന്നവനെ പട്ടി ഓടും. കണ്ട വഴി കള്ളു കുടിച്ച് കിടക്കുന്നവനെ കണ്ട, പ്രാർത്ഥിക്കുന്നവനെ കണ്ട നമ്മുടെ നേരെ വരിക. ഇതെല്ലാം അകത്ത് ഭൂതം കയറുന്ന. നമ്മൾ പരസ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോമാർ വന്ന് പല്ലിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അവന്റെ കുഴപ്പമില്ല, അവന്റെ അകത്ത് ഭൂതം കയറുന്നതാണ്. മനസ്സിലായോ? അപ്പൊ മനുഷ്യനെ ഉപയോഗിക്കും, മൃഗത്തെ ഉപയോഗിക്കും. ഇതുപോലെ ഈ ഇരുട്ടിന്റെ ആത്മാവായി സൃഷ്ടാവായ ദൈവത്തിങ്കൽ നിന്ന് ആദമ ദമ്പതികളെ തെറ്റിച്ചു കളയുവാൻ ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ നിന്ന് ഒന്നിനെ സെലക്ട് ചെയ്തു. അതിന്റെ പേരാണ് പാമ്പ്. ആ ശരീരത്തെ ഉപയോഗിച്ച് തോട്ടത്തിൽ വന്ന ഹവ്വ അമ്മച്ചിയോട് കൊച്ചു വർത്താനം. അമ്മച്ചി എന്നാ ഉണ്ട്? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പാമ്പൻ ചേട്ടാ. കൊച്ചു വർത്താനം. കൊച്ചു വർത്താനത്തിനിടയിൽ നൈസായിട്ട് 1-2 ചോദ്യം. പെന്തക്കോസുകാർ പെണ്ണങ്ങരുത്, സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. പെണ്ണങ്ങരുത്. നൈസായിട്ട് ചോദ്യം. എങ്ങനെയുണ്ട് ദൈവം? ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. നിങ്ങൾക്ക് ഈ ആഹാരം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ, അയ്യോ ഈ കാണുന്ന സകല ചരാചരങ്ങളെയും തമ്പുരാൻ ഞങ്ങൾക്ക് സൃഷ്ടിച്ചു വന്നേക്ക് വലിയോ ദൈവം. ഇത് എല്ലാം അടക്കി പാടാനാ ഞങ്ങളോട് പറഞ്ഞേക്കുന്ന. അത്ര നല്ല ദൈവം. വെയിലാറുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്നു, വിശേഷങ്ങൾ അന്വേഷിക്കുന്ന നല്ല ദൈവം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു വൃക്ഷഫലം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ വൃക്ഷഫലം തിന്നാമോ? ഉടനെ ഹവ്വാമ്മച്ചി പറഞ്ഞു, അത് മാത്രം പറ്റില്ല, അത് തിന്നരുതെന്ന് പറഞ്ഞു. അതിനാ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടോണേ. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടാവായ ദൈവത്തിങ്കൽ നിന്ന് ഈ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇരുട്ടിന്റെ ആത്മാവ് അവിടെ പ്രയോഗിച്ചത് ഒരു ഉപായമാണെന്ന് പൗലോസ് ശ്ലീഹ കൊരിന്തി ലേഖനത്തിൽ പറഞ്ഞു.
ശരിയല്ലേ ദേവദാസന്മാരെ? ഒരു ഉപായം. ഉപായം എന്ന് പറഞ്ഞാൽ തന്ത്രം. അതുപോലെ നിങ്ങളെയും ചതിക്കുമോ എന്നല്ലേ പൗലോസ് അഡ്രസ് ചെയ്തത്? അപ്പൊ അവിടെ പൗലോസ് പറഞ്ഞ നിങ്ങളാരാ? ഏതൻ തോട്ടത്തിന്റെ ഔവാമച്ചി അല്ല, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭ. അപ്പൊ അന്ന് തോട്ടത്തിൽ പ്രയോഗിച്ച അതേ ഉപായം ഇന്ന് ദൈവസഭയെ തകർക്കാനും ഉപയോഗിക്കുമെന്നല്ലേ പൗലോസ് പറഞ്ഞത്? അതെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അതിന് അന്നത്തെ ആ പാമ്പൊക്കെ പോയ, ആ പാമ്പ് പോയി, ആ പാമ്പിന്റെ പുതിയ പാമ്പും കുഞ്ഞുങ്ങൾ ഇപ്പൊ ഉണ്ട്. അതെന്തുവാന്നായി പറയാൻ പോകുന്നത്? സ്വോത്രം കുറയരുത്. അപ്പൊ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ആ പ്രയോഗിച്ച ഉപായം എന്താണെന്ന് നമ്മൾ അറിയണം. കൂടുതലൊന്നും പറയാനില്ല. അവൻ പ്രയോഗിച്ച ഉപായം ഒരൊറ്റ ഉപായമേ ഉള്ളൂ. ദൈവദാസനെ, ഒരൊറ്റ ഉപായമേ ഉള്ളൂ. ദൈവമക്കളെ, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു. വേറെ ഒന്നും ചെയ്തില്ല. ശരിയല്ലേ ദൈവദാസന്മാരെ? ജഡത്തിന് സന്തോഷം വരുന്ന ദൂത് എന്താ? ഒന്ന്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അല്ലേ? ഒന്നാമത്തെ ദൂത് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി പറ, മരിക്കയില്ല നിശ്ചയം. അത് അന്ന് പറഞ്ഞു. ആ പാമ്പിന്റെ പുതിയ കുഞ്ഞുങ്ങളാണ് ഇന്ന് പറയുന്നത്. എങ്ങനെയെന്നറിയാമോ? ഒരു 90 എന്നെ കാണിക്കുന്നു. 90 എന്താ അമ്മച്ചി 90 വയസ്സ് വരെ ജീവിക്കും. സന്തോഷം, അല്ലേ? ആ പഴയ പാമ്പിന്റെ പുതിയ വെർഷൻ മനസ്സിലാകുന്നുണ്ടോ? 90 വയസ്സ് വരെ ജീവിക്കും. സന്തോഷമല്ലേ? പിന്നെ എന്നാ നിങ്ങൾ കേട്ടോ, രക്ഷിക്കപ്പെട്ടവന്റെ പ്രത്യാശ എന്താ? കൂടാരമാകുന്ന ഭൗമഭവനം പൊളിയണം. എങ്ങനെയെങ്കിലും ഇതൊന്ന് പൊളിയണം. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അപ്പൊ ഇതൊന്ന് പൊളിയണം. കൈപ്പണിയല്ലാത്തൊരു ഭവനത്തിൽ എത്തണം. ക്രിസ്തുയേശുവിനെ മുഖാമുഖമായി കാണണം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ അത്യന്തം കാക്ഷിക്കുന്നു. അതാ രക്ഷിക്കപ്പെട്ടവൻ. അവനോട് 100 വയസ്സ് വരെ ജീവിക്കുന്നു പറയുമ്പോഴല്ല അവന് സ്വോത്രം വരുന്നത്. കർത്താവ് വരാറായെന്ന് പറയുമ്പോഴാണ്. വ്യത്യാസം മനസ്സിലാക്കിക്കോ. മനസ്സിലായോ? നമുക്കിത് അറിയത്തില്ല. നമ്മള് 100, 110 ഇവിടെ അങ്ങ് കടക്കാണ്. എന്നിട്ട് പാടുന്നതോ, എനിക്ക് എന്റെ യേശുവിനെ ലോകം വേണ്ട, എനിക്ക് എന്റെ താതന്റെ സന്നിധി. ഇത് കേട്ട് സ്വർഗത്തിൽ ഇരിക്കുന്ന കർത്താവ് നോക്കിയിട്ട് ഈ അമ്മച്ചി കുറച്ച് നാളായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്തോട്ട് വന്നാൽ മതിയെന്ന്. ലോകവും വേണ്ട, ഒന്നും വേണ്ടിഞ്ഞ് പോന്നാൽ മതിയെന്ന്. പിന്നെ പറയുന്നു, എനിക്ക് എൻ്റെ യേശുവിനെ. പിന്നെ കർത്താവ് അങ്ങ് തീരുമാനിച്ചു, എന്നാ പിന്നെ ഇങ്ങ് പോരട്ടെ. ഒത്തിരി ദിവസമായി ഇത് തന്നെ പാടിക്കൊണ്ട് എന്നാ ഇങ്ങ് പോരട്ടെന്ന് വിചാരിച്ചു. ഒരു ക്യാൻസർ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അന്ന് തൊട്ട് ഉള്ള ഉപവാസ പ്രാർത്ഥന അപ്പൊ നടക്കുക. എന്തിനാ? സൗഖ്യമാകും. പിന്നെ പോവുകയും വേണ്ട, കാണുകയും. മനസ്സിലാകുന്നുണ്ടാവല്ലോ? എന്റെ ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവന് മരണം ഭയമല്ല, ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ യഥാർത്ഥമായി ഹൃദയത്തിൽ നിങ്ങൊന്ന് ഭരിച്ചു നോക്കേ. നിങ്ങളുടെ മുമ്പിൽ മല പോലെ വരുന്ന വിഷയം നിങ്ങൾ ചിരിച്ചോണ്ട് നേരിടും. എന്താ കാര്യം? എന്താ മാക്സിമം പോയാൽ നമുക്ക് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പറ്റുന്ന ഏറ്റവും മാക്സിമം പോയാൽ പറ്റുന്ന എന്താണ്? മരണം. അതിൽ നമുക്ക് പേടിയില്ലടോ. പിന്നെന്താ പ്രശ്നം? അത് വലുതാണല്ലോ. പാലം കുലുങ്ങിയാലും കേളൻ ഇവിടെ നിൽക്കും. അതുകൊണ്ടാ നമ്മളൊക്കെ നിൽക്കുന്നേ. ഓടാന്ന് പറഞ്ഞ് തൻ്റെ അടുത്തോടെ നിൽക്കാൻ പറ്റും. എന്താ? ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല രക്ഷിക്കപ്പെട്ടവന്റെ പ്രത്യാശ. ആ ഭാഗം അവിടെ വിടുക. അപ്പൊ ഒന്ന്, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് മരിക്കയില്ല നിശ്ചയം. 2, നിങ്ങളുടെ കണ്ണ് തുറക്കൂ. കണ്ണ് ഇന്നും അങ്ങനല്ലേ പറഞ്ഞു. കണ്ണ് കണ്ണിന്റെ കണ്ണ് കണ്ടിട്ടില്ലേ നിങ്ങൾ? പാമ്പ് കുഞ്ഞുങ്ങളെ വിക്കി ബാബു ഇങ്ങനെയൊക്കെ പറയുന്ന കണ്ടിട്ട്. ഇതെല്ലാം പഴയ പാമ്പിന്റെ പുതിയ കുഞ്ഞുങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? വിക്കുമ്പ യേശു കാട്ടത്തിയുടെ ചോട്ടിലെത്തിയിട്ട് ഇവിടെ ഏതോ ഒരു മരത്തിൽ ആരോ എന്നെ കാണാൻ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണോ പറഞ്ഞേ? ഏതെങ്കിലും മരത്തിലുണ്ടോ? ഞാൻ പോകുന്നതിന് മുമ്പ് വരണം. ഉണ്ടോ? പറഞ്ഞോ? ഇല്ല. ഇനി പേര് വിളിച്ചത് എങ്ങനെ? ഇങ്ങനെ വല്ലതാണോ വിളിച്ചത്? ആണോ പാസ്റ്റർ? ഒറ്റ വിളിയാ വിളിച്ചത്. അവിടെ ഇമാതിരി ക്ഷുദ്രജീവികളൊന്നും ആയിട്ട് ദൈവസഭയ്ക്ക് ഒരു ബന്ധവും ഉണ്ടാകും. കാര്യം ഞാൻ പറയാം.
ഇത് ഉപവാസ പ്രാർത്ഥന അല്ലാത്തോണ്ടാണ് ഞാൻ ഈ ഒറ്റ വരി പറഞ്ഞു വിടുന്നത്, ബാക്കി നാട്ടുകാർക്കുള്ളതാ. ശരി, പോട്ടെ. അപ്പൊ 1, 2 കണ്ണു തുറക്കുന്ന നിശ്ചയം. 3 നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അയ്യോ, ഇത് കേട്ടപ്പോ അമ്മച്ചി വിചാരിച്ചു ദൈവത്തെ പോലെ. അപ്പൊ ഞാനൊരു കരുനാപ്പള്ളിയിൽ അമ്മച്ചിയെ പോലെ ആകുമെന്നൊക്കെ വിചാരിച്ചു കാണാം. ഏതായാലും ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞപ്പോൾ വീഴ്ച പറ്റി. ഇന്ന് രാത്രി ദൈവജനമേ, തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ സ്നേഹത്തോടെ പറയുക, നിങ്ങളുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതും പറഞ്ഞുകൊണ്ട് വരുന്നവനെ വിശ്വസിക്കരുത്, വഞ്ചിക്കപ്പെടരുത്. പരിശുദ്ധാത്മാവ് ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതല്ല പറയുന്നത്, നിന്റെ നിത്യതയെ കുറിച്ചുള്ള ദൂതാണ്. അല്ലേ? ഒന്ന് ചിന്തിച്ചേ, തലച്ചോറില്ലേ ഇച്ചിരിയെങ്കിലും ചിന്തിച്ചേ. ദൈവം ഇല്ലെന്ന് പറയുന്ന നിരീശ്വരവാദി കറുകച്ചാലിലൂടെ ഓടി കാർ, BMW ഓടിയിലും സഞ്ചരിക്കുക. ദൈവം ഇല്ല അവന്. അപ്പോഴാണ് ഇവിടെ ഒരു ഇട്ടിപ്പോന്ന മാരുതിയുടെ കാർ വെച്ചിട്ട്, ഓ ദൈവം എനിക്കൊരു മാരുതി കാർ. എന്തിനാ ഉറപ്പിക്കുന്നു? എടാ, ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ BMW ഇവിടെ പാട്ടക്കാർ വെച്ചോണ്ടിരുന്നിട്ട് ഇതിലൊന്നും കഥയില്ലെന്ന്. BMW ഓടിയിലും പോകുന്നവന് ഇല്ലാത്ത ഒരു പദവി. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ, അതാ ലോട്ടറി. അതാ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ലോട്ടറി. ആ നിത്യതയെ കുറിച്ച് പറയാതെ നിനക്ക് കാറ് കിട്ടും, വീട് കിട്ടും, ലോറി കിട്ടും, വിസ അടിക്കും, കുവൈറ്റിൽ പോകും, ഗൾഫിൽ പോകും, വീട് വെക്കും, കൊച്ചിനെ കെട്ടിക്കും. ഇതെല്ലാം ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂരം. ഇതും പറഞ്ഞുകൊണ്ട് വരുന്നവൻ അടുത്തൊക്കെ പോയാൽ സർപ്പം ഔവായ ഉപായത്താൽ ചതിച്ച പോലെ നിന്നെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കും, നിന്റെ കുടുംബത്തെ വഞ്ചിക്കും, നിന്റെ തലമുറയെ നശിപ്പിക്കും. അത് വരാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ്. അപ്പൊ ഈ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞപ്പോൾ ഹവ്വ അതിനകത്ത് വീണു. വേദപുസ്തകം പറയുന്നു, കഴിക്കരുത് എന്ന് ദൈവം പറഞ്ഞ വൃക്ഷഫലം അവർ കഴിച്ചു, തന്നിമിത്തം പാപം അവരുടെ ഉള്ളിൽ പ്രവേശിച്ചു. ഇനി ശ്രദ്ധിച്ചോണേ, നാട്ടുകാർക്ക് സംശയമുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഉടനെ നാട്ടുകാർക്ക് കുറെ സംശയം ഉണ്ടായി. പണ്ട് എന്റെ കുഞ്ഞുനാളിൽ എന്റെ തലച്ചോറിലും കുത്തിവെച്ച സംശയമാണ്. ഒന്ന്, പിന്നെ ഒരു പഴം തിന്നതാണോ ഇത്ര വലിയ പാപം? ക്രിസ്ത്യാനികളുടെ ഒരു പരിപാടി. ഒരു പഴം തിന്ന ഒരു പാവം, ഒരു പഴം തിന്നു, കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. അതിനിപ്പോ ഇത്രയും വലിയ പ്രശ്നം എന്താന്ന് ഒരുത്തൻ. ഇനി അടുത്തവൻ, ഇനിയിപ്പം പാപം പോട്ടെ, ഇനി ആണെങ്കിൽ പോട്ടെ. ഈ ആദമോവയും പാപം ചെയ്തതിന്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകും? അടുത്ത ചോദ്യം. ഇനി അടുത്തൊരുത്തൻ, ഇനി അങ്ങനെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാ പോരെ ഭാവി? ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ കൂടെ ചേർത്ത് ഭാവി എന്ന് വിളിക്കുന്നത് എന്തിനാ? അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ. ഇനി അതിന്റെ ഉത്തരം കേട്ടോ. ഈ ആദമും അവയും ഒരു പഴം തിന്നതാണോ ഇത്രയും വലിയ പാപം എന്ന് ചോദിക്കുന്നവരോട് പറയാം, ഒരു പഴം തിന്നതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്ന പാപം. പിന്നെന്താ? രണ്ട് കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കം ഉണ്ടായി എന്ന് ചിന്തിക്കുക. ഉദാഹരണം, രണ്ട് വീട്ടുകാർ തമ്മിൽ അടിയുണ്ടായി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, സമാധാനിപ്പിക്കാൻ നോക്കി. രണ്ട് വീട്ടുകാരും സമ്മതിക്കുന്നില്ല. അപ്പൊ റവന്യൂ വകുപ്പിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി കോടതി കേസ് എടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കോടതി വിധി വരുന്നവരെ ഇനി നിങ്ങൾ ഇവിടെ തമ്മിൽ അടിക്കരുത്. ഓക്കെ. അന്ന് ആ മത്തായിയുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയർ ഇനി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ കൊല്ലത്തുകാരി ഇഴക്കയർ എന്ന് പറയും. വള്ളിക്കയർ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. മേടിച്ചോണ്ട് വന്നു. കുറ്റി അടിച്ചു വലിച്ചു തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി. ഉടനെ പോലീസും പോയി, റവന്യൂവും പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിലെ ഒരു വീട്ടിലെ ചെറുക്കനുണ്ടായി. അവനൊരു പിച്ചാത്തി എടുത്തോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. അവന്മാരുടെ ഒരു കയറ് മുറിച്ചങ്ങ് കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വന്നു. ആരാ കയറ് മുറിച്ച്? അതുകൊണ്ടല്ല, അവനാ സാറേ. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ച് അവനെ ചെവിക്കിട്ട് ഒറ്റ അടി കൊടുത്തെടുത്ത് ജീപ്പിലോട്ട് ഇട്ടു. കേരള ജീപ്പിൽ എന്ന് പറഞ്ഞ്. ഇത് കണ്ടുകൊണ്ട് മുറുക്കിക്കൊണ്ടിരുന്ന ഒരു അമ്മച്ചി തിണ്ണയിലിരുന്നോണ്ട് പറയുന്ന ഡയലോഗ് കേട്ടെ, അയ്യോ എന്തരടിയാ കൊച്ചിനെ ഇട്ട് അടിക്കുന്നത്? 2 രൂപയുടെ കയറ് മുറിച്ചതിന് ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അമ്മച്ചിക്ക് ആകെ മനസ്സിലായത് എന്താ? 2 രൂപയുടെ കയറ് മുറിച്ചതിന് തല്ലുന്ന എന്തിനാണ്? എന്നിട്ട് പറയാ, അതേ മത്താടെ കടയിൽ തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്, ഞാൻ വേണേ 10 രൂപ തരാം, 5 വണ്ടി കയറങ്ങ് മേടിച്ചോ, എന്നിട്ട് ആ കൊച്ചിനെ അങ്ങ് വിട്. ഒരു വണ്ടി കയറ് പകരം കൊടുത്താൽ കൊച്ചിനെ വിടുവോ? പറ. ഇല്ല. കാരണം 2 രൂപയുടെ കയറ് മുറിച്ചതല്ല അവിടുത്തെ പ്രശ്നം.
നിയമലംഘനം നടന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. എന്റെ സ്നേഹിത, കേവലം ഒരു പഴം തിന്നതല്ലോ പാപം. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യന്റെ മുമ്പിൽ വെച്ച നിയമം മനുഷ്യൻ ലംഘിച്ചു. കയറ് മുറിച്ചവൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എഴുതപ്പെട്ട നിയമ നടപടികളിലൂടെ പുറത്തു വന്ന് ജാമ്യം എടുത്തു വരണമെന്നാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമമാണ് പാപത്തിന്റെ ശമ്പളം മരണം. പാപം ചെയ്ത ദേഹി മരിക്കണം. മരണമെന്ന പ്രോസസ്സിലൂടെ മനുഷ്യൻ കടന്നേ ജാമ്യമുള്ളൂ. അല്ലാതെ ഒരു പയം തിന്നലാണ് അവിടെ പാപം എന്ന് പറഞ്ഞ് പരിഹസിക്കണ്ട. നിയമലംഘനമാണ് പാപം. അപ്പൊ പാപം, ആദം ഹവ്വ ദമ്പതികൾ പാപം ചെയ്തു. ഇവിടെയാണ് കുഞ്ഞുനാളിൽ തലച്ചോറിൽ കുത്തിവെച്ച ഒരു ചിന്ത. എന്താ? അത് ദൈവം കരുണയുള്ളവനും ഏറെ ക്ഷമിക്കുന്നവനും ആയതുകൊണ്ട് അവരുടെ പാപം അവിടെ വെച്ച് തന്നെ പുറത്തു കൊടുത്തു. അതിന്റെ പേര് ക്രിസ്ത്യാനി പറയുന്ന പോലെ ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയൊന്നും അല്ല എന്ന് പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യം മുമ്പിലുണ്ട്. എന്താ? പാപം തോട്ടത്തിൽ വെച്ച് പൊറുക്കപ്പെട്ടെങ്കിൽ, സുഹൃത്തെ, പാപം തോട്ടത്തിൽ വെച്ച് ക്ഷമിച്ചു കൊടുത്തെങ്കിൽ, സ്നേഹിത, പാപം ഏദൻ പൂങ്കാവനത്തിൽ അവസാനിച്ചെങ്കിൽ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. എന്ത്? രോഗം മാറിയാൽ രോഗലക്ഷണം മാറണ്ടേ? മനസ്സിലായില്ല? പറയാം. കിഡ്നിക്ക് രോഗം, പക്ഷെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കയ്യും കാലും മുഖവും ഒക്കെ നീര് വന്നു. മെഡിക്കൽ സ്റ്റോറിൽ പോയി നീരിന്റെ കുഴമ്പ് മേടിച്ചിട്ടാൽ കിഡ്നി സുഖമാകുമോ? ഇല്ല. പിന്നെന്ത് വേണം? രോഗം മാറണം എങ്കിൽ കിഡ്നി മാറ്റി വെക്കണം. കിഡ്നി മാറ്റി വെച്ചപ്പോൾ രോഗം എന്ത് ചെയ്തു? മാറി. അങ്ങനാണെങ്കിൽ രോഗലക്ഷണമാകുന്ന നീര് പോണ്ടേ എന്നാണ് എന്റെ ചോദ്യം. പോണ്ടേ? അതിന് വേണം മാറ്റി പറയാം. ഈ പിന്നെ അപ്പൻഡീസോ അങ്ങനെ ഒരു രോഗം ഉണ്ടല്ലോ, ഈ നമ്മുടെ വയറ്റിന്റെ അകത്തുള്ള ഒരു സഞ്ചി കല്ലും മണ്ണും കയറി നിറയുമെന്നാ പറയുന്നത്. നിറയുമ്പോൾ വയറുവേദന വരും. ഈ വേദന രോഗമാണോ രോഗലക്ഷണമാണോ? രോഗലക്ഷണം. രോഗം സഞ്ചിക്കാം. അപ്പൊ ആശുപത്രി കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു, സഞ്ചി എടുത്ത് വെളിയിൽ കളഞ്ഞു. അപ്പൊ രോഗം എന്ത് ചെയ്തു? മാറി. അങ്ങനെങ്കിൽ ആ വേദന എന്ത് ചെയ്യണം? മാറണ്ടേ എന്നാണ് എന്റെ ചോദ്യം. വേണ്ടേ? വേണം. അങ്ങനെയാണെങ്കിൽ എന്റെ കൂട്ടുകാരൻ കേട്ടോ, നാട്ടുകാരൻ കേട്ടോ, പാപം ഏദൻ തോട്ടത്തിൽ വെച്ച് പൊറുക്കപ്പെട്ടെങ്കിൽ പാപ സ്വഭാവവും അവിടെ വെച്ച് തീരണ്ടേ പാസ്റ്ററേ? തീരണം. പഠിപ്പിച്ച ആളുകളോടൊന്ന് തിരിച്ചു ചോദിക്ക്, തീർന്നോന്ന്. അവര് പറയും ഇല്ല. പിന്നെ എന്താ സംഭവിച്ചു? തൊട്ടടുത്ത തലമുറ കായീനും ഹാബേലും, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന കൂടപ്പുറപ്പ്, ഒരുത്തനെ കൊന്നുകളഞ്ഞെന്ന് അതേ ഗ്രന്ഥം തന്നെ പറയുന്നു. അതിന്റെ അർത്ഥം രോഗം മാറിയിട്ടും ലക്ഷണം മാറിയില്ലെന്ന് ആ പുസ്തകം പറയുമ്പോൾ, ഈ പുസ്തകം പറയുന്നു രോഗം മാറിയില്ല. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപത്തിലായി. ഇതാണ് ഈ പുസ്തകത്തിന്റെ പഠനം. ഇനി രണ്ടാമത്തെ ചോദ്യം. ഒരു വാദത്തിനു വേണ്ടി ആദമിന്റെ ഹവ്വയുടെയും പാപം തോട്ടത്തിൽ വെച്ച് പൊറുക്കപ്പെട്ടെന്ന് ഇരിക്കട്ടെ. ഒരു വാദത്തിനു വേണ്ടി ഇരിക്കട്ടെ. അങ്ങനാണെങ്കിൽ ഈ പൊറുക്കപ്പെടുന്നതിന് മുമ്പ് ഇവര് ദൈവത്തോടൊപ്പമായിരുന്നല്ലോ. പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് ഇവർ അകന്നല്ലോ. അത് വീണ്ടും പൊറുക്കപ്പെട്ടപ്പോൾ ഇവർ വീണ്ടും പഴയ പോലാകണ്ടേ? പിന്നെന്തിനവരെ പുറത്താക്കി? അതും ചോദ്യമായിട്ട് തന്നെ നിൽക്കും. പിടികിട്ടിയില്ല. പാപം ചെയ്യുന്നതിന് മുമ്പ് പടച്ചവന്റെ ഒപ്പമായിരുന്നു. പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്നകന്നു. പക്ഷെ ഈ ദൈവം ഒത്തിരി ക്ഷമിക്കുന്നവനായതുകൊണ്ട് ആ പാപം അവിടെ വെച്ച് തന്നെ പൊറുക്കപ്പെട്ടു. അങ്ങനെയാണ് ഇവര് പഴയ പോലെ ദൈവത്തിന്റെ കൂടെ നിൽക്കണ്ടേ? പിന്നെ എന്തിന് അവരെ പുറത്താക്കി എന്നൊന്ന് പറ. ഇന്ന് വരെ പറയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? പകരം വേദപുസ്തകം പറയുന്നു പാപം പൊറുക്കപ്പെട്ടില്ല. 2024 25 കയറുന്ന ഈ കാലത്തും ഞങ്ങൾ വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപിയാണ്. അതാണ് വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം. ചില ആളുകൾ കുലുക്കി ചിരിക്കും. ഇവന്മാർക്കൊന്നും നേരം വെളുത്തില്ലേ? മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശമാർഗം പറക്കാൻ തുടങ്ങി. പിന്നെ ചന്ദ്രനിൽ 30 സെന്റ് വസ്തു മേടിച്ചു മലയാളി. ചൊവ്വയിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. കൽക്കരിയുടെ ട്രെയിൻ മാറി
വന്ദേ ഭാരത് ഇലക്ട്രിക് ട്രെയിൻ വന്നു. പിന്നെ വീട്ടുജോലിക്കാരിക്ക് പകരം റോബോട്ട് വന്നു. എന്നിട്ട് യുവമാർ ഇപ്പോഴും പറയുന്നു മനുഷ്യൻ പാവിയാണെന്ന്. ചിരിക്കാതിരിക്കുവോ? ചിരിച്ചോ. പക്ഷെ ഞാനും കൂടെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. കുടിലിൽ നിന്ന് മാറി കൊട്ടാരത്തിലെത്തി, സമ്മതിച്ചു. ആകാശമാർഗം മനുഷ്യൻ പറക്കുന്നു, സമ്മതിച്ചു. ചന്ദ്രനിൽ വസ്തു വാങ്ങിയതും സമ്മതിച്ചു. ചൊവ്വയിൽ വീട് വെക്കുന്നതും സമ്മതിച്ചു. വീട്ടുജോലിക്ക് പകരം റോബോട്ട് വന്നതും സമ്മതിച്ചു. കൽക്കരി ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയതും ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. കൽക്കരി മാറി വന്ദേ ഭാരത് ആയിട്ടും കാലങ്ങൾ ഇതെല്ലാം മാറ്റം വന്നിട്ടും ഈ ട്രെയിനിന്റെ അകത്തെ കക്കൂസിന്റെ അകത്ത് കയറിയിട്ടുണ്ടോ? ഉണ്ടാകും. ട്രെയിനിന്റെ അകത്തെ കക്കൂസിനകത്ത് 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ട് വെച്ചേക്കുന്നു. അതെന്തിനാ? എല്ലായിടം മാറിയില്ലേ പാസ്റ്ററെ? കൽക്കരി ട്രെയിൻ മാറി, വന്ദേ ഭാരതായി, മനുഷ്യൻ ആകാശത്ത് പറന്നു, റോബോട്ടും വന്നു. ശരി, 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലയിട്ട് വെച്ചേക്കുന്നു. അതെന്തിനാ? താരം കിട്ടിയ കക്കൂസെന്ന് കപ്പടിച്ചോണ്ട് പോകുന്നവൻ ഇപ്പോഴും ഉണ്ടെന്ന്. അതല്ലേ? ഇവിടെ SBI ബാങ്കിലോട്ട് ചെന്ന് നോക്ക്. 5 രൂപയുടെ ലക്സി പേന നൂല് കൊണ്ട് ബാങ്കിൽ വരുന്നത് ഭിക്ഷക്കാരാണോ പാസ്റ്ററെ? ബാങ്കിൽ വരുന്നത് പൈസ ഇടാനോ എടുക്കാനോ ആവശ്യമുള്ള നല്ല ആളുകളാണ് ബാങ്കിൽ വരുന്നത്. എന്നിട്ട് നൂല് കൊണ്ട് 5 രൂപയുടെ പേന കെട്ടിയിട്ടേക്കും. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവനിവിടെ വരുമെന്നറിയാം. ഉള്ളതാണോ ഞാൻ ഈ പറഞ്ഞത്? കണ്ടുപിടുത്തം മാറി പോലും, കമ്പ്യൂട്ടർ മാറി പോലും, ഇന്റർനെറ്റും സയൻസും ടെക്നോളജിയും ഒക്കെ മാറി, സമ്മതിച്ചെന്നേ. പക്ഷെ മാറ്റം വരാത്ത ഒന്നുണ്ട്, ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം. അതിന് ഇന്ന് വരെ മാറ്റം വന്നിട്ടില്ല. പണ്ട് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി മനുഷ്യന്റെ സ്വഭാവം അതപ്പതിച്ചതല്ലാണ്ട് ഒരു മാറ്റവും മനുഷ്യന് വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച എന്റെ മൊബൈലിൽ ഒരു വാർത്ത ഒരാൾ അയച്ചു തന്നു. 12 വയസ്സുള്ള ഒരു ചെറുക്കൻ മൊബൈലിൽ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന് പെറ്റ തള്ളയുടെ കഴുത്ത് ഇങ്ങനെ അറുത്തു വെച്ചേക്കുന്നു. കണ്ടായിരുന്നോ? മനുഷ്യൻ പാവിയല്ലെന്ന് പോലും നിനക്കാ നേരം വിളിക്കാത്തത്. ആമേൻ. ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളും ഇന്റർനെറ്റും ശാസ്ത്രവും സയൻസും ടെക്നോളജിയും വന്നിട്ടും മതങ്ങളുണ്ടായിട്ടും മതവിശ്വാസങ്ങളുണ്ടായിട്ടും ദൈവങ്ങളുണ്ടായിട്ടും പോരാത്തതിന് കേരളത്തിൽ ഇപ്പോൾ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. മുക്കിന് ആൾ ദൈവങ്ങളും. ഒരാഴ്ച വട്ടിയൂർക്കാവിൽ നിറണം, അടുത്ത ആഴ്ച പേരൂർക്കട നിറണം വന്നുകൊണ്ടിരിക്കുക. എല്ലാ പരിപാടിയും ഉണ്ട് കേരളത്തിൽ, അല്ലേ? 3 മാസം മുമ്പ് ഞാനും വായിച്ചു പത്രത്തിൽ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും തലയ്ക്കകത്ത് വെളിവില്ലാത്ത മണ്ടം മലയാളികൾ. മനസ്സിലാകുന്നുണ്ടോ? എടോ, മനുഷ്യന്റെ സ്വഭാവത്തിന് എന്ത് മാറ്റം വന്നു പറ. പണ്ട് പെൺകുഞ്ഞിനെ അയലത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് അമ്മമാര് മാർക്കറ്റിൽ പോയിരുന്നു, ഇല്ലേ? ഇടി സുമതി കൊച്ചു പിടിക്കട്ടടി, ഞാൻ ദാ വരുന്നു, മാർക്കറ്റിൽ വരെ പോട്ടെന്ന് പറഞ്ഞു. ഇന്ന് ജനിപ്പിച്ച അപ്പന്റെ അടുക്കൽ പെൺകുഞ്ഞിനെ നിർത്തിവെച്ച് മാർക്കറ്റിൽ വരെ പോകാൻ ഇന്നത്തെ അമ്മമാർക്ക് ധൈര്യമുണ്ടോ? പലർക്കും ഇല്ല. 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് തെരുവിൽ നിന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല സാക്ഷര കേരളത്തിൽ. 90 വയസ്സുള്ള മുത്തശ്ശിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. എന്താ? 3 വയസ്സിനെയും 90 വയസ്സിനെയും വിടാത്ത ചെകുത്താന്മാർ ഇവിടെ ഉണ്ടെന്ന്. മനുഷ്യൻ ഭാവിയല്ലെന്ന് പറയുന്നവര് ഒന്ന് ചിന്തിച്ചു നോക്കാൻ. തലയ്ക്കകത്ത് ആളുണ്ടെങ്കിൽ. മനുഷ്യൻ ഭാവിയല്ലെന്ന് പറയുന്നവർ ആരെങ്കിലും ഇനിയും ഈ ജംഗ്ഷനിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കട അടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ഈ സ്ഥലത്തിന് വരുത്തുക പുന്നവേലി ഭാവി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം. പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കിച്ചാ വീട്ടിൽ പോകുന്നു. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചിട്ടല്ലയോ സമാധാനത്തോടെ ഉറങ്ങിയത്? ഉള്ളതല്ലേ? വേണ്ട. ഇവിടുത്തെ സഹോദരിമാരോട് ചോദിക്കാം, നിങ്ങൾ രാത്രി കിടക്കാൻ നേരം കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ടേച്ച് ഇപ്പം കഥകിന്റെ പുറകെ ചട്ടിയും കലവും വാരി വെച്ചല്ലേ ഉറങ്ങുന്നത്? സത്യം പറ. ആരെ പേടിച്ച? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? അല്ല. കുറുവാ സംഘം ഇരുകാലി മനുഷ്യന്മാരെ പേടിച്ചിട്ട്. മനുഷ്യനെ ഭയപ്പെട്ട ഇന്നും ജീവിക്കുന്നത്. അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്നത് മനുഷ്യൻ പാപിയാണ്. അവന്റെ അകത്ത് പാപം എന്ന് പറയുന്ന വിഷമുണ്ട്. ആ വിഷം ഒരു ദിവസം പുറത്ത് വരും. അതിന്റെ തെളിവാ
എന്റെ ചങ്ക് കൂട്ടുകാരനാന്ന് പറഞ്ഞ രണ്ടുപേര്, ഞങ്ങൾ ഒരുമിച്ച് തിന്ന് ഒരുമിച്ച് കുടിച്ച് ഒരു വായിൽ ഇറങ്ങി എന്ന് പറഞ്ഞ് ചങ്ക്, എന്റെ ചങ്കാണ്, ചങ്കടിപ്പാന്ന് പറഞ്ഞു. ഒരു കുപ്പി മദ്യം ബിവറേജിൽ നിന്ന് മേടിച്ച് പൊട്ടി ചടി തുടങ്ങി. കുപ്പി കാലിയായപ്പോൾ ചങ്കിന്റെ കഴുത്തറന്നു കിടക്കുന്നു പത്രത്തിൽ. അല്ലേ? മനുഷ്യൻ എപ്പോ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ജീവിയാണ് ഇരുകാലി മനുഷ്യൻ. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ, നാട്ടിലെ മിണ്ടാപ്രാണികളായ മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന നാറ്റം വെച്ച പരിപാടി ചെയ്യാൻ മനുഷ്യർക്ക് മടിയില്ല. തെളിവ് വേണോ? ആകാശത്തൊരു പരന്ത് വട്ടമിട്ടാൽ കോഴിയമ്മ എന്ത് ചെയ്യും പറ? കുഞ്ഞുങ്ങളെ ചിറക് വിരിച്ച് അതിന്റെ അകത്ത് കയറ്റും കോഴിയമ്മ. എന്നാ മനുഷ്യനോ? 10 മാസം നൊന്ത് പ്രസവിച്ച ചോര കുഞ്ഞിനെ കാമുകന്റെ കൂടെ പോകാൻ വേണ്ടി തീരദേശത്തിന്റെ കടൽ ഭിത്തിയിലോട്ട് ഒറ്റ ഏറി അമ്മ. ആരാ നല്ലത്? കോഴിയമ്മയാണോ ഇവളാണോ? കോഴിയമ്മ അല്ലേ? മിണ്ടാപ്രാണിയായ ഒരു കോഴി ഒരു മുട്ട ഇട്ടാൽ കൂകി വിളിച്ച് 10 പേരെ അറിയിക്കുന്ന നാടായി അല്ലേ? കൂകുമ്പോഴാ അമ്മ മക്കളോട് പറയുന്നത്, എടി കോഴി കൂകുന്നടി മുട്ട ഇട്ടോന്ന് നോക്കാം, അതൊരു സിഗ്നൽ തരും. നിങ്ങൾ അറിഞ്ഞോ? ഈ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസിന്റെ പുറകിലത്തെ സീറ്റ് മുട്ട ഇട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല. ആരുകൊണ്ട്? മുട്ട അമ്മ തൊട്ടില് വളരുക. ഇപ്പം മനുഷ്യൻ ഭാവിയല്ലെന്ന്, മനുഷ്യൻ ഭാവിയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം. ഇവിടുത്തെ ഈ പരിസരത്ത് തന്നെ കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾക്ക് ഒരു മുദ്രപത്രത്തിൽ എഴുതി തരാൻ പറ്റുമോ? നാളെ ഞാൻ പോറ്റി വളർത്തുന്ന എന്റെ മക്കൾ എന്നെ സന്തോഷത്തോടെ നോക്കുമെന്ന് എഴുതി വെക്കാൻ പറ്റുമോ? പണ്ടൊക്കെ പിന്നെയും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും വേണ്ട. 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ഒക്കെ പഠിക്കുന്നതിന്റെ വായിന്ന് ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകളാ വരുന്നത്. തള്ളയെ മര്യാദയ്ക്ക് മൂല ഇരുന്നില്ലേ വാരിച്ചു ഞാൻ ഒട്ടിക്കുമെന്നാ പിള്ളേർ പറയുന്നത്. അറിയാവോ? അമ്മാതിരി കാലഘട്ടമാ. ഒരു മാതാപിതാക്കൾക്കും പ്രതീക്ഷ വേണ്ട. പാപത്തിന്റെ വലിയ അടിമത്വത്തിന്റെ പുതിയ തലമുറ. അതുകൊണ്ട് മനുഷ്യൻ ഭാവിയല്ല, പാപം ഏദൻ തോട്ടത്തിൽ വെച്ച് പൊറുക്കപ്പെട്ടു എന്ന് പറയുന്ന പൊട്ടത്തരമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, ആദാമ്യ പാപ നിമിത്തം സകല മനുഷ്യരും പാപിയായി. ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം. ആദമും ഹവ്വയും പാപം ചെയ്തതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകുമോ ദേശി? ഇനി ആയിക്കോട്ടെ, ആണെങ്കിൽ തന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാൽ പോലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്തെന്തിന് പാപി എന്ന് വിളിക്കുന്ന ചോദ്യം ഉത്തരം പറയാൻ കേട്ടോ. ആദമും ഹവ്വയും പാപം ചെയ്തതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരെങ്ങനെ പാപിയാകുന്നല്ലേ? അതിനു മുമ്പ് ഒരു മറുചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഈ എയ്ഡ്സ് എന്ന് പറയുന്ന മാരക രോഗം, മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഭീകര രോഗം, HIV വൈറസ് എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞാരാ പറ? എയ്ഡ്സ് രോഗി. ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തെന്ന് നിങ്ങളൊന്ന് പറഞ്ഞതാ? ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തിട്ടാണോ രോഗിയായത്? അല്ല. പിന്നെന്താ? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചു. ആണോ? അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ അതിന്റെ ഫലം അനുഭവിക്കുന്നത് മെഡിക്കൽ സമ്മതിക്കുന്നില്ലേ? ഡിഗ്രി സമ്മതിക്കുന്നില്ലേ? സയൻസ് സമ്മതിക്കുന്നില്ലേ? അതോ കളിയാക്കി ചിരിക്കുവാണോ? അല്ല, സമ്മതിക്കുന്നു. എന്താ കാരണം? ഒരു ഉത്തരവുണ്ട്. എന്താ ഉത്തരം? അത് രക്തത്തിലൂടെ വന്നു. ആണല്ലോ. ആദാമ്യ പാപം എങ്ങനെ ജാതി മത വ്യത്യാസമില്ലാതെ സകല മനുഷ്യരിലും വന്നു എന്നല്ലേ അറിയേണ്ടത്? ദാ കേട്ടോ, വായിച്ചുകൂടെ. അപ്പോസ്തല പ്രവൃത്തി 17:26 വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം. 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി. ശ്രദ്ധിച്ചേ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി. ഇത് പുറത്തുള്ള ആളുകൾ കേൾക്കുമ്പം അവർക്ക് ചിലപ്പോ ഇത് ഈ ബൈബിളിലെ കാര്യം പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം വരുത്തി ഒന്ന് വായിപ്പിക്കാൻ പോവാ. ദേവദാസനെ, അവിടെ 2 പദമുണ്ട്, ശ്രദ്ധിച്ചോണം. ഒന്ന് അവൻ എന്നൊരു പദമുണ്ട് അല്ലേ? ഉണ്ട്. 2 ഒരുത്തൻ എന്നൊരു പദമുണ്ട് അല്ലേ? അത് രണ്ടിലും ഒരു മാറ്റം ഞാൻ വരുത്തുക. അതുപോലെ വായിക്കണം. അവൻ എന്നുള്ളിടത്ത് ദൈവമെന്നും ഒരുത്തൻ എന്നുള്ളിടത്ത് ആദമെന്നും ചേർത്ത് ഒന്ന് വായിച്ചേ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ദൈവം ആദാമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഇപ്പൊ പിടികിട്ടി. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം. അപ്പൊ ശ്രദ്ധിച്ചോ, സൃഷ്ടാവ് പടച്ചവൻ ഈശ്വരൻ എന്ന് പറയുന്നവൻ ആരാ? ഒരു വില്ലേജിന്റെ അകത്ത് ഒതുങ്ങുന്നവനല്ല.
ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് സൃഷ്ടാവ്. അല്ല, ദൈവം എന്ന് പറയുന്നവൻ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ വന്ന് ഒതുങ്ങുന്ന പുള്ളി അല്ല, ഏതെങ്കിലും ഒരു വില്ലേജിന്റെ അകത്ത് ഒതുങ്ങുന്ന പുള്ളി അല്ല. ദൈവം ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുങ്ങുന്നവൻ അല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ അകത്ത് ഒതുങ്ങാൻ പറ്റുന്നവൻ അല്ല. ആര്? സകലത്തെയും സൃഷ്ടിച്ച പടച്ചവൻ, സൃഷ്ടാവ് ദൈവം. മനസ്സിലായോ? ദൈവത്തെ ഒരു പഞ്ചായത്തിൽ ഒതുക്കി ഇരുത്തിയേക്ക്, അന്ന് ബാക്കിയുള്ളവരെല്ലാം ഈ പഞ്ചായത്തിലോട്ട് വരണം. ദൈവം കൊല്ലം ജില്ലയിൽ വന്നിരുന്നിട്ട് പറയാ, ഓ ക്ഷീണിച്ച് ഒരു മാസം ഇനി ഞാൻ ഇവിടെ, കാസർഗോഡുകാരെല്ലാം ഇനി പോരാ കൊല്ലത്തോട്ട്. ആണോ? എടോ, ദൈവത്തെ ഒരിക്കലും ഒരു പഞ്ചായത്തിലും വില്ലേജിലും ജില്ലയിലും ഒതുക്കാൻ പറ്റുന്നവനല്ല ദൈവം. അതും പോരാഞ്ഞിട്ട് മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഈ പേട്ട് മനുഷ്യന്റെ കൽപ്പന അനുസരിച്ച് തുള്ളുന്നവനല്ല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ്. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ ദൈവത്തെ നിയന്ത്രിക്കും. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനകൾ അനുസരിച്ച് താളം ചവിട്ടുന്ന കുട്ടിക്കൊരങ്ങനല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ച സൃഷ്ടാവ് ഈശ്വരൻ ദൈവം. ഇവിടുത്തെ ഡിഗ്രി പഠിച്ച MBBS പഠിച്ച ഡോക്ടർമാർ പോലും അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്തേച്ച് ഒടുവിൽ പറയുന്ന ഒരു വാചകം ഉണ്ട്, അറിയാമോ? പറ, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നത് ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനസ്സിലായോ? അതുകൊണ്ട് മനുഷ്യന്മാര് ദൈവത്തെ ഭയപ്പെട്ടോണം. ഇപ്പൊ പുതിയ പിള്ളേർ പറയുന്ന ദൈവമൊന്നും ഇല്ലെന്നാ. ചില പിള്ളേർ പറയുന്ന ഡിങ്കനാണ് ദൈവമൊന്നും. ഡിങ്കൻ ഏതാ? ഡിങ്കൻ. ഡിങ്കൻ മനസ്സിലായില്ലേ? നിക്കറ് പുറത്തിട്ടൊരു ചുണ്ടലി, അതാ ഡിങ്കൻ. അവനാ ഡിങ്കനാണ് ദൈവം. ദൈവം ഇല്ലെന്ന് പറയുന്ന തലമുറ. എടാ ആമേൻ, മനുഷ്യൻ തിന്നു കുടിച്ച് തടിച്ചു കൊഴുത്ത് ഉരുണ്ട ഇല്ല, ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ പെരുപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉരുണ്ട് പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുമ്പോൾ അവന്റെ ചിന്ത ആരും കയറി എന്തും ചെയ്യാവുന്ന. എടാ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നീ വാഴപ്പിണ്ടി പോലെ റോഡെ കിടക്കുമ്പോൾ എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും. അതുകൊണ്ട് മനുഷ്യനെ പേടിച്ചില്ലേലും ദൈവത്തെ ഭയപ്പെട്ടോണം. ആമേൻ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ ദൈവം. അല്ലാതെ മൂക്കി ശ്വാസമുള്ള മനുഷ്യന്റെ കൽപ്പന അനുസരിക്കുന്നവനല്ല ഈശ്വരൻ. നീ പറയുന്ന അനുസരിച്ച് താളം ചവിട്ടാൻ നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം. പേട്ട് മനുഷ്യൻ, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ പറയുന്ന അനുസരിച്ച് ഇരിക്കാനും കടക്കാനും എഴുന്നേക്കാനും നടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയാണോ ദൈവം? നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കും, ശരി ചേട്ടാ, അങ്ങനെ ചെയ്യാം ചേട്ടാ, അല്ലേ? അതുപോലെ പറയുന്നവനല്ല ദൈവം. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന്, ആരാ ഒരുത്തൻ? ആദാമെന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. കേട്ടോ, മനുഷ്യജാതിയെ. ഇനി ഒന്നുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ, കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരടി കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഒരു രക്തം. അതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇത് വർഗീയത പഠിപ്പിക്കുന്ന പുസ്തകമല്ല. കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരടി കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ദൈവം. സംശയമുണ്ടെങ്കിൽ അർത്ഥം നോക്ക്. കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും കൈ അറുത്താൽ വരുന്നത് ഒരു രക്തമാ, ഒറ്റ ചോര. ഒരു രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അല്ലാതെ മതത്തിന് വേണ്ടി കൊല്ലാനും ചാകാനും മറ്റവനെ അടിക്കാനും ഇടിക്കാനും ബോംബ് വെക്കാനും കത്തിക്കുത്താനും ഒന്നും അല്ലടോ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും നിന്റെ കൂടപ്പുറപ്പാണെന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്നുള്ള തിരിച്ചറിവ്. ഒറ്റ രക്തം. നീ അതും തെളിയിക്കണോ? തെളിയിക്കാം. നാളെ രാവിലെ 4 ബോട്ടിലെടുക്ക്. 4 ബോട്ടില് 4 മൃഗങ്ങളുടെ രക്തം എടുക്ക. ആട്, ആന, പോത്ത്, പശു അടുത്തുള്ള ലാബിലേക്ക് കൊണ്ട് കൊടുക്കുക. മിടുക്കി പെമ്പിള്ളേർ 10 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു, അല്ലേ? കണ്ടുപിടിക്കാനുള്ള സംവിധാനം ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കും. മറക്കരുത്. ഒന്നിൽ ഇവിടുത്തെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, അടുത്തൊന്നിൽ കത്തോലിക്ക പള്ളിയിലെ അച്ഛന്റെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളുടെ ഉപദേശയുടെ രക്തം. അതേ ലാബിൽ കൊടുക്ക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ചു തരുമോ? മാറിപ്പോവല്ലേ, മൂല ഇരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛൻ, തരുവോ? ഇല്ല. ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും. പക്ഷെ പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയും, മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യന്റെ മനുഷ്യന്റെ ഒറ്റ രക്തം. അതുകൊണ്ടല്ലേ നാട്ടിൽ രക്തം കൊടുക്കുമ്പോൾ ആർക്കും രാഷ്ട്രീയമുണ്ടോ, മതമുണ്ടോ, കൊടിയുണ്ടോ,
നിറമുണ്ടോ? ജാതിയുണ്ടോ? രക്തം കൊടുക്കുമ്പോൾ ഇതൊന്നുമില്ല. കൊന്തയും കുരിശും കഴുത്തിലിട്ട ചെറുക്കൻ ബൈക്ക് എടുത്ത് പാഞ്ഞു പോയി ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറി, തല പൊട്ടി, പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി ചെക്കനാ, ക്രിസ്ത്യാനി ചെക്കന്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരയാ, എന്റെ കർത്താവേ എന്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുമെന്ന്. തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന കാവി കൊടുത്ത RSSകാരൻ പറയാ, അമ്മ കരയണ്ട അമ്മ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട വേണ്ട, നീ BJP അല്ലേ എന്ന് ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ആര് കൊടുത്താലും മേടിക്കും. അത് കഴിഞ്ഞ് ആരോഗ്യം വെച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവൻ പാർട്ടി, ആ കളർ കൊടി, ഇവൻ മറ്റേ കൊടി, അടി അടി അടി. എന്തിനായി മനുഷ്യന്മാർ തമ്മിലടിക്കുന്നത്? നിങ്ങളൊന്ന് പറ. തലയ്ക്കകത്ത് ബോധമുള്ള ഒരുത്തനെങ്കിലും ശബ്ദം വരുത്തി കേൾക്കുന്നെങ്കിൽ പറ, എന്തിന്റെ പേരിലാണ് മനുഷ്യൻ തമ്മിലടിക്കുന്നത്? ഒന്ന് പറ. എല്ലാവരും ഒരേ ശരീരം, എല്ലാവരും ഒരേ ചോര, അറുത്തിട്ടാൽ എല്ലാത്തിനും വേദനിക്കും. എല്ലാവർക്കും മനസ്സുണ്ട്. അവനെ ചീത്ത വിളിച്ചാൽ അവന് വേദനിക്കുമെങ്കിൽ, നിന്നെ ചീത്ത വിളിച്ചാൽ നിനക്ക് വേദനിക്കുമെങ്കിൽ, നീ തല്ലിയാൽ അവന് വേദനിക്കുമെങ്കിൽ, അവൻ തല്ലിയാൽ നിനക്ക് വേദനിക്കുമെങ്കിൽ, പിന്നെ എന്തിന്റെ പേരിലാണ് മനുഷ്യൻ ഇവിടെ തമ്മിലടിക്കുന്നത്? പറ. ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ എന്റെ കൂടപ്പിറപ്പാണ്, എന്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവ് തലച്ചോറിനകത്ത് ഇല്ലാത്തത് കൊണ്ട്. ഇല്ലാത്തതിന്റെ കാരണം എന്താ? അകത്ത് കയറിയ പാപം. ഈ അകത്തിരിക്കുന്ന പാപം പുറത്തു പോയാൽ കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും നിനക്ക് എന്ത് വിളിക്കാൻ പറ്റുമെന്നറിയാമോ? സഹോദരാന്ന് വിളിക്കാൻ പറ്റും. അതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് ഈ ഉപദേശിമാർ. ഈ മുറ്റത്തോട്ട് കാവി ഉടുത്തോ ചരട് കെട്ടിയോ കൊന്തയിട്ടോ തൊപ്പിയിട്ടോ കുടുമയിട്ടോ കയറി വന്നാൽ പബ്ലിക്കായി വിളിച്ചു പറയുക, ദാ ഈ ഇരിക്കുന്ന ഉപദേശിമാർ അവനെ ആദ്യം വിളിക്കുന്ന പേരെന്താന്ന് നിങ്ങൾ പറ. ബ്രദർ, സഹോദരാണ്. അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയായിട്ടാ സുവിശേഷം ഞങ്ങളെ മാറ്റിയത്. അല്ലാതെ ഞങ്ങളുടെ പേരും മതവും മാറ്റിയ സന്ദേശമല്ല സുവിശേഷം. മനുഷ്യന്റെ പേര് മാറ്റുന്ന മതം മാറ്റുന്ന സന്ദേശമല്ല സുവിശേഷം. മറിച്ച് സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ, സകല മനുഷ്യരെ കൂടപ്പിറപ്പുകളായി കാണാൻ, ഒരൊറ്റ ചോരയാണെന്നുള്ള തിരിച്ചറിയുന്ന ഒരു തലച്ചോറാണ് സുവിശേഷം ഞങ്ങൾക്ക് തന്ന മാറ്റം. ആ മാറ്റമാണ് ഞങ്ങൾ നാട്ടുകാരോട് വിളംബരം ചെയ്യുന്നത്. നാളെ നീ ഉരുണ്ടു വീണാൽ പൊക്കിയെടുക്കുന്നവൻ ഏത് പാർട്ടിക്കാരനാണെന്നും ഏത് നിറക്കാരനാണെന്നും മതക്കാരനാണെന്നും നിനക്ക് പോലും അറിയില്ല ചങ്ങായി. അതുകൊണ്ട് കൂടപ്പിറപ്പുകളായി കാണാൻ കഴിയുന്ന ഒരു തലച്ചോറ് വേണം. അല്ല, അവൻ എന്റെ മതം അല്ലാത്തതുകൊണ്ട് അവനെ കൊല്ലുക, വെട്ടുക, അടിക്കുക, നിനക്ക് ഭ്രാന്താണ്. മതഭ്രാന്ത് പിടിച്ച മനുഷ്യന്റെ നടുവിൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ പടച്ചവൻ സൃഷ്ടാവ് ഈശ്വരൻ ദൈവം ഒരു രക്തത്തിൽ നിന്ന്, ആദാം എന്ന് പറയുന്ന ഒറ്റ രക്തത്തിൽ നിന്നാണ് മനുഷ്യജാതിയെ സൃഷ്ടിച്ചത്. അങ്ങനെയല്ലേ? ഒറ്റ രക്തമല്ലേ? എന്തിന്റെ പേരിൽ തമ്മിലടിക്കണം? ഇന്ന് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെ പലരും കളിയാക്കി പറയത്തില്ലേ, ഓ യവന്മാര് നാണവന്മാനോ ഇല്ലാത്തവന്മാരുടെ ആര്, ഓ ഈ പെന്തിക്കോസുകാര് തന്നെ, ഓ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും യവന്മാര് പിന്നെ വലിഞ്ഞേറി വരുമെന്ന് പ്രാർത്ഥിക്കാൻ നാണമില്ലാത്തവന്മാര്. സത്യമല്ലേ? സത്യമാണ്. ഞങ്ങൾ നാണമില്ലാത്തവന്മാരാ. എത്ര ചവിട്ടി തേച്ചാലും പിന്നെ വലിഞ്ഞേറി വരും. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നീ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? നീ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും തുപ്പിയാലും പിന്നെയും വലിഞ്ഞു കയറി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു ദിവസം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തിച്ചു നോക്കണം. അന്നേരം നിനക്ക് യാഥാർത്ഥ്യം മനസ്സിലാകും. നീ എന്റെ കൂടപ്പിറപ്പാണെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങൾക്ക് തന്നതുകൊണ്ട്, ഈ പുസ്തകം ആ തിരിച്ചറിവ് ഞങ്ങളുടെ തലച്ചോറിന് തന്നതുകൊണ്ട് നീ ആട്ടിയാലും ഓടിച്ചാലും അടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും പിന്നെ നാണമില്ലാതെ സഹോദരനെന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി നിന്റെ വീട്ടിൽ വരും. കാരണം നീ എന്റെ കൂടപ്പിറപ്പാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നു. അതുകൊണ്ട് നിനക്ക് സുഖമില്ലെന്ന് കേൾക്കുമ്പോൾ, നീ കള്ളു കുടിച്ച് നടക്കുന്ന കാണുമ്പോൾ, നീ തുണിയില്ലാതെ ഓടെ കിടക്കുമ്പോൾ, നിന്റെ കുടുംബത്തിൽ അടി ഉണ്ടാകുമ്പോൾ, നീ ആത്മഹത്യ ചെയ്യാൻ കയറെടുക്കുമ്പോൾ, നിന്റെ രക്തത്തിൽ പിറന്നവർക്കുണ്ടാകാത്ത വേദന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകും. അറിയാമോ? നിങ്ങൾ കണ്ടില്ലേ ഈ ബോർഡ് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്ന് കണ്ടില്ലേ? സത്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അതെന്താണെന്ന്? എന്റെ മാന്യ കേൾവിക്കാരായ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇതെന്താണെന്ന്? 21 ദിവസം രാവും പകലും പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഒരു കൂട്ടം ജനം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഉപവാസ പ്രാർത്ഥന. അല്ലാതെ രാഷ്ട്രീയക്കാര് സെക്രട്ടേറിയറ്റ് നടത്തുന്ന ഉപവാസം, ടോർച്ചിന്റെ അകത്ത് പുഴുങ്ങിയ ഏത്തക്ക കയറ്റിക്കൊണ്ടുപോയി നടത്തുന്ന ഉപവാസം അല്ലത്.
പച്ചവെള്ളം കുടിച്ചുകൊണ്ട് 21 40 രാവും 40 പകലും ഭക്ഷണം മാറ്റിവെച്ച് ഒരു ദൈവദാസനും സഭയും ദൈവദാസന്മാരും ഒക്കെ ഇരുന്ന് നിലവിളിച്ച് കരഞ്ഞ് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുക. എന്തിനെന്നറിയോ? ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് വീട് കിട്ടണേ, കാറ് കിട്ടണേ എന്നല്ല. ദേശത്തെ ജനം നശിച്ചു പോകല്ലേ, ദേശത്തിലെ ചെറുപ്പക്കാർ അടിച്ചു പോകല്ലേ, കഞ്ചാവ് അടിച്ചു പോകല്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഒരു ആത്മഹത്യ നടക്കല്ലേ, കുടുംബ ബന്ധങ്ങൾ തകരല്ലേ, കുടുംബ കോടതികളിൽ പോകല്ലേ, വഴി വിരിഞ്ഞു പോകല്ലേ. ആ കുടുംബത്തിലെ ചെറുപ്പക്കാരൻ നന്നാകണേ, ആ കുടുംബം വഴി വിരിയാതെ ഒന്നാകണേ. ആ ചെറുപ്പക്കാരൻ കഞ്ചാവിൽ നിന്ന് മോചനം നേടണമേ, അവന്റെ മദ്യപാനത്തിൽ നിന്ന് അവനെ വിടുവിക്കണമേ. 100 കണക്കിന് പ്രാർത്ഥനകൾ എഴുതി വെച്ചുകൊണ്ട് ഒരു കൂട്ടം ജനം നിലവിളിക്കുക. ഞാൻ ചലഞ്ച് ചെയ്ത് നിങ്ങളോട് ചോദിക്കട്ടെ, പൊതുസമൂഹമേ, ഒരു രാത്രി മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത് കിടന്നാൽ ഒരൊറ്റ രാത്രി ഉറക്കം ഒഴിഞ്ഞ് കൊതുകടി കൊണ്ട് കൂട്ടിരിക്കാൻ ഇന്ന് രക്തബന്ധങ്ങൾ വരാത്ത കാല അനുഭവിച്ചറിഞ്ഞവനാ ഷമീർ. അറിയാമോ? കണ്ണൂർ തൊട്ട് എന്റെ വാപ്പയുടെ കുടുംബമുണ്ട്, കരുനാഗപ്പള്ളി മുതൽ പുത്തൻതെരുവ് തൊട്ട് പുതിയകാവ് തൊട്ട് അങ്ങോട്ട് ഉമ്മയുടെ കുടുംബക്കാരുണ്ട്. പക്ഷേ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വാല്യൂ ഉണ്ടാകണമെങ്കിൽ കയ്യിൽ എന്ത് വേണം? ആ മണി ഉണ്ടാകണം, പണം ഉണ്ടാകണം. അതില്ല എങ്കിൽ ഈ ലോകത്തിലെ ബന്ധം അത്രേ ഉള്ളൂ. ഇതിനെന്ന് മാറ്റം വരുന്നോ ആ മാറ്റത്തിനനുസരിച്ച് നിനക്ക് കിട്ടുന്ന ബഹുമാനത്തിനും മാറ്റം വരും. എന്റെ കുടുംബക്കാര് 22 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകം എടുത്ത് ഞാൻ യേശുവിനെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോ പറഞ്ഞു, നീ ബെന്തിക്കോസിൽ തുള്ളാൻ പോയെങ്കിൽ തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്ക വരുവാ, അല്ലാതെ 1 സെന്റ് ഓഹരി തരത്തില്ല. അന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് ഇറങ്ങിയത്, ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിങ്ങളുടെ അടുക്ക വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ല, വരില്ല. ഒരു കോടതിയിലും പോലീസിലും ഒരിടത്തും വരില്ല. 1 സെന്റും എനിക്ക് വേണ്ട. എന്റെ ദൈവം എന്നെ മാനിക്കും. 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടന്ന് ഞാനത് പറഞ്ഞപ്പോൾ അവർ കളിയാക്കി ചിരിച്ചു. ഈ അടുത്ത കാലത്ത് എന്റെ ബാപ്പയുടെ അനിയന്റെ മക്കള് ഫേസ്ബുക്കിലൂടെയും പിന്നെ ഇന്റർനെറ്റിലൂടെയൊക്കെ എന്റെ ചില പ്രസംഗങ്ങളൊക്കെ കണ്ടും കേട്ട് നമ്പർ തപ്പിയെടുത്ത് ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. വാട്സാപ്പിൽ വിളിച്ചിട്ട് ചോദിച്ചു, ഇക്കാക്ക എവിടെയാന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഒന്നും ഇല്ലടോ, അമേരിക്കയിലെന്ന് പറഞ്ഞു. ഉടനെ ചുമ്മാ പോയെ കളിയാക്കാൻ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഉള്ളതാടാ പറഞ്ഞു. ആണെന്ന് എന്നാ ഒന്ന് വീഡിയോ കോള് വിളിക്കാം. വീഡിയോ കോള് വിളിച്ച് അമേരിക്ക കാണിച്ചു. 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടന്നവൻ അമേരിക്കയില്. അതാ എന്റെ ദൈവം. മാനിക്കേണ്ടടുത്ത് മാനിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ രക്തബന്ധങ്ങൾ ഉണ്ടാകും. നിനക്കൊന്നുമില്ലാതെ തകർന്നിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഭക്ഷണം മാറ്റി വെച്ച് കരയാൻ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവകുഞ്ഞുങ്ങളുണ്ടാകും. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഞങ്ങളുടെ വീട്ടിൽ എന്റെ ഉമ്മയും പെങ്ങന്മാരും ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവസാനിക്കാതിരിക്കാൻ എത്ര രാത്രികൾ ഉറക്കൊഴിഞ്ഞ് പ്രാർത്ഥിച്ച ദൈവമക്കളെ എനിക്കറിയാം. മോനെ, നീ വല്ലതും കഴിച്ചോന്ന് ചോദിച്ചു വീട്ടിൽ അരി കൊണ്ടുവന്ന ദൈവമക്കളെ എനിക്കറിയാം. ആമേൻ. എന്റെ സഹോദരി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഉരുട്ടിക്കൊണ്ട് പോയപ്പോൾ പുറത്തിരുന്ന് നിലവിളിച്ച ദൈവകുഞ്ഞുങ്ങളെ എനിക്കറിയാം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഒരൊറ്റ രക്തത്തിന്റെ ഉടമയാണെന്ന് തിരിച്ചറിയാനുള്ള തലച്ചോറില്ലാത്തവനല്ല, പാപത്തിന്റെ അടിമത്തത്തിലാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, സകല മനുഷ്യരുടെ അകത്ത് പാപം എന്ന് പറയുന്ന ഇരുട്ടുകൂടി ഇരിപ്പുണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ പറയും, അങ്ങനെ പറഞ്ഞത് ശരിയാ, മനുഷ്യൻ പാപിയായിരിക്കും, പിന്നെ എന്തെല്ലാം വാർത്തകൾ നമ്മൾ കാണുന്നു. അതെ, ഇപ്പൊ താങ്കൾ പാപിയാണോ? ഞാൻ അങ്ങനല്ല. അല്ല, ഞാൻ ഇതുവരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. ചിലരുടെ ചിന്തയാ ആർക്കും ഒരു ദോഷവും ചെയ്ത് അതുകൊണ്ട് പാപിയല്ലെന്ന്. ഇവിടെ ഒരു ചേട്ടൻ 5 മൂർഖൻ പാമ്പിനെ വളർത്തുന്നുണ്ടെന്ന് ചിന്തിക്കുക. ഉദാഹരണം, 4 പാമ്പ് സകലരെയും കൊത്തിയിട്ടുണ്ട്, കടിച്ചിട്ടുണ്ട്. ഒരു പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് വിഷമില്ലെന്ന് പറഞ്ഞ് വായി കൈ കൊണ്ട് വെക്കുവോ? ഇന്ന് വരെ കടിച്ചിട്ടില്ല. അത് സത്യം. പക്ഷെ എന്നെങ്കിലും കടിച്ചാൽ വിഷം പുറത്തു വരും. അത് തന്നെയാണ് മനുഷ്യൻ. ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ കൂടെ മാന്യന്മാരായി ജീവിച്ച പല ആളുകളും ഇന്ന് ഇരുമ്പഴിക്കകത്ത അല്ലേ? കൊല്ലത്ത് ചാത്തന്നൂരിനടുത്ത് അബീഗയിൽ എന്ന് പറഞ്ഞൊരു പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത കാട്ടുതീ പോലെ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ. ഒടുവിൽ അതിന്റെ പ്രതികളെ പിടിച്ചു. പത്മകുമാറിനെയും കുടുംബത്തെയും പിടിച്ചപ്പോൾ അയലത്തുകാർ വരെ കണ്ണു തള്ളിയിട്ട്, പത്മകുമാറോ, അവനോ, എന്തു നല്ലൊരു കുടുംബം. ഇന്നലെ വരെ നല്ലതായിരുന്നു. ഒരൊറ്റ നിമിഷം അകത്തിരുന്ന പാപം പുറത്തു വരും. ഇനി പറയുന്നതിൽ, പബ്ലിക്കിൽ പറയുന്നതിൽ
ബുദ്ധിമുട്ടുണ്ടെങ്കിലും ലോകത്തിൽ പബ്ലിക്കായി വന്ന വാർത്തയായതുകൊണ്ട് ഒന്ന് പറയാം. 2 സംഭവം, ഒന്ന് കാസർഗോഡ് നടന്നു, ഒന്ന് തിരുവനന്തപുരത്ത് നടന്നു. എന്താ സംഭവം എന്നറിയോ? ഒരമ്മ, തൊഴിലുറപ്പിന് പോയ അമ്മ തലയിറങ്ങി താഴെ വീണു. നാട്ടുകാരെടുത്ത് ആശുപത്രി കൊണ്ടുചെന്നപ്പോ പറയാണ്, കൺഗ്രാജുലേഷൻസ്, ഗർഭിണിയാണെന്ന്. എല്ലാവരും കണ്ണു തല്ലി ഞെട്ടി. ഭർത്താവ് ഗൾഫിലാ. എങ്ങനെ സംഭവിച്ചു? എല്ലാവരും പറഞ്ഞു, അയ്യോ എന്തോ സംഭവിച്ചു. വാർത്തയായി, ആളുകൾ അറിഞ്ഞു. ഉടനെ ആ നാട്ടുകാരും പഞ്ചായത്തുള്ള മുഴുവൻ ആളുകളും ആ സഹോദരിക്ക് വേണ്ടി വാദിച്ചു. കാരണം അവളൊരു നല്ല സ്ത്രീയാണെന്ന് പറഞ്ഞു. തൊഴിലുറപ്പിന് പോയാൽ പോലും ഒരാണുങ്ങളോട് മിണ്ടുകയില്ല, മറ്റുള്ള ആളുകളോട് മാന്യമായ ഇടപെടും, ഒരിക്കലും സംഭവിക്കില്ല, അവൾ നല്ല സ്ത്രീയാണെന്ന് സകല മനുഷ്യരും പറഞ്ഞു. കുടുംബത്തിൽ ഉൾപ്പെട്ട പോലീസുകാര് രഹസ്യമായി അന്വേഷണം തുടങ്ങി. ഒടുവിൽ രഹസ്യം പരസ്യ വാർത്തയായി പുറത്തു വന്നപ്പോൾ കോളേജിൽ പഠിക്കുന്ന മകൻ, ഉൾക്കൊള്ളാൻ പറ്റുമോ? ക്യാമ്പസിനകത്തുനിന്ന് കൂട്ടുകാര് പിരിച്ചു വെച്ചു കൊടുത്ത ലഹരിയുടെ അടിമത്തത്തിൽ രാത്രി അമ്മ കുടിക്കുന്ന പാലിന്റെ അകത്ത് ഉറക്ക ഗുളിക കലർത്തി കൊടുത്ത മോൻ. എങ്ങനുണ്ട്? സാക്ഷര കേരളത്തിൽ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മനുഷ്യൻ പാപിയല്ലെന്ന് പറഞ്ഞ് പൂജിക്കുന്നവൻ ഓർത്തോണം, നിന്റെ വീട്ടിനകത്ത് പോലും നീ സുരക്ഷിതനല്ല. നിന്റെ അമ്മയുടെ അപ്പന്റെ അടുക്കൽ നീ സുരക്ഷിതനല്ല, നിന്റെ മക്കളുടെ അടുക്കലും നീ സുരക്ഷിതനല്ല. സകല മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന വിഷം കുടിയിരിക്കുന്നു. ഈ പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു. അതാ ബൈബിൾ പറയുന്നത്. പാപം അകത്ത് കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ദുരന്തം സൃഷ്ടാവിനെ മറന്നു. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തു. സിമ്പിൾ ആയിട്ട് അങ്ങ് പറയാം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? വേഗം പറ. മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യ. അതാ പ്രശ്നം. ഇന്ന് മനുഷ്യൻ ആരെ സൃഷ്ടിക്കും? ദൈവത്തെ. ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത? ആരുണ്ടാക്കി തരും? ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ. മാറ്റം കണ്ടോ? പാപം അകത്ത് കയറിയപ്പോൾ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിച്ച ദൈവം എന്ന് വിളിച്ചു. വേണ്ട, നിങ്ങൾ സാധാരണ ഗ്രാമവാസി, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. 2018 പ്രളയം വന്നോ? വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകി പോയോ? പോയി. പിന്നെ ചാക്കോച്ചൻ വെളിയിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുന്നു, അല്ലേ? ചാക്കോച്ചൻ മേളോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ആര് വരുന്നു? ഹെലികോപ്റ്റർ വരുന്നു, അല്ലേ? ഒറ്റ നിലവിളി. ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വന്ന് എന്നെ രക്ഷിക്കുന്നതാണോ ഈ വർഗീസിനെ എന്തുവാ പറഞ്ഞേ? സത്യം പറ. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? ആണ്. അപ്പൊ ഹെലികോപ്റ്റർ വന്നു, ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നു. വെള്ളമൊക്കെ ഇറങ്ങി വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടപ്പുണ്ട്. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ചോക്കേഴ്സ് കൊണ്ടുവച്ചിട്ട് അതിനോട് പറയാ, എന്നെ രക്ഷിക്കണേ എന്ന്. ഇനി നിങ്ങൾ പറ, ഇവൻ എന്ന് നേരം എടുക്കും? മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. മനസ്സിലാകുന്നു? പാപം അകത്ത് കയറിയപ്പോൾ സൃഷ്ടാവിനെ മറന്നു. ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ, കളറിന്റെ, കൊടിയുടെ പേരിൽ മനുഷ്യൻ കൂടപ്പുറപ്പുകളായി ചേർത്ത് പിടിക്കേണ്ട മനുഷ്യന്മാർ തമ്മിൽ അടിയും വെട്ടും തുടങ്ങി, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ജാതിയും മതവും ഒന്നും ഇല്ലാത്ത നിമിഷങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും പഠിച്ചോ മലയാളി? പഠിച്ചോ? നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എന്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വരാന്ന് നിലവിളിച്ചു. പഠിച്ചോ? പഠിച്ചില്ല. അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട്, സൂക്ഷിക്കുക, ബോർഡ് വെച്ചു. വെള്ളം അകത്തോട്ട് കയറിയപ്പോൾ മക്കളും കൊച്ചുമക്കളും കൂടെ അന്യരെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പയും അമ്മയും കുടുങ്ങി കിടക്കുന്നു, അന്യര് കയറി രക്ഷിക്കണമെന്ന്. അപ്പൊ പട്ടിയൊക്കെ ഒഴുകി പോയി. 3 ആഴ്ച കഴിഞ്ഞു, വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മക്കൾ നാട്ടിൽ വന്നു. മതിലിന് 2 കട്ടയും കൂടെ പൊക്കി കെട്ടി അടുത്ത ബോർഡ് വെച്ചു, അന്യരകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ഇനി അടുത്ത ദുരന്തം വരണം, അല്ലേ? ദുരന്തം വരുമ്പോ സ്നേഹിയോ എന്നാ സ്നേഹം. ഒരു പൊതിച്ചോറ് ഇത് കഴിക്കുന്നു, ദുരിതാശ്വാസ ക്യാമ്പിൽ കയ്യിൽ കിടന്നുറങ്ങുന്നു. പിന്നെ ജാതിയില്ല, മതമില്ല, കളറില്ല, കൊടിയില്ല, വർണ്ണമില്ല, വർഗമില്ല, ഒരുമിച്ചുണ്ടെന്നു. വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ കുഴപ്പമില്ല. കഞ്ഞിയും ഉണക്കമീനും കൂടെ പറക്കി തിന്നുന്നു. പിന്നെ ചവിട്ടിക്കയറാൻ കുനിഞ്ഞു നിന്നും മുതു കാണിച്ചു കൊടുക്കുന്നു, തല കാണിച്ചു കൊടുക്കുന്നു.
ചവിട്ടി കയറുന്നു, കൈ പിടിച്ച് കയറ്റുന്നു. എന്തൊരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്റെ ദൈവമേ എന്നും പ്രളയമായിരുന്നെങ്കിൽ. എന്തൊരു സ്നേഹം! എന്നും പ്രളയമായിരുന്നെ കൊള്ളായിരുന്നു. എന്തൊരു സ്നേഹമാണ്! അത് കഴിയുമ്പോൾ അടിയൊക്കെ തുടങ്ങുക. എന്തുകൊണ്ടാ? കൂടപ്പുറപ്പാണ്, സഹോദരങ്ങളാണെന്ന് തലയ്ക്കകത്ത് കയറുന്നില്ല. തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവന്റെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും മതത്തിന്റെയും വർഗീയതയുടെയും ചിന്ത തലച്ചോറിൽ ഇട്ടു കൊടുക്കുന്ന പാപം അവന്റെ അകത്തിരിക്കുക. അതുകൊണ്ട് അവന് കളറും കൊടിയും നോക്കി സ്നേഹിക്കാൻ പറ്റൂ. എന്നാ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, അല്ല, ഒറ്റ രക്തത്തിൽ നിന്നും മനുഷ്യജാതിയെ ഉണ്ടാക്കി ദൈവം. ദൈവത്തിന് ജാതി മതമില്ല, മനുഷ്യജാതിയേ ഉള്ളൂ. എന്തിന്? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. അപ്പൊ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഒരു ജില്ലക്കകത്ത് ഒതുങ്ങുന്നവനല്ല, പിന്നെ എവിടാ? ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവന്. അപ്പൊ അടുത്ത ചോദ്യം വരും, എവിടാ ദൈവം കുടിയിരിക്കുന്നേ? ഉത്തരം 24 വാക്യം. 24. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, ലോകവും അതിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ദൈവം വസിക്കുന്നില്ല. മനുഷ്യൻ ഗോപുരം മുട്ട ആകാശം മുട്ട ഉയർത്തി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളിലല്ല സൃഷ്ടാവ് കുടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂമി കുലുങ്ങുമ്പോൾ കെട്ടിടം കുലുങ്ങി ദൈവത്തിന്റെ മണ്ടലോട്ട് കൊണ്ട് ചാകണ്ടേ? കെട്ടിടങ്ങളിൽ കുടിയിരിക്കുന്ന ദൈവത്തിന്റെ പുറത്ത് ചിലപ്പോൾ വീണാ ചാകും, ചിലപ്പോൾ കള്ളൻ എടുത്തോണ്ട് പോയി പൊട്ടക്കിണറ്റി ഇടും, പിന്നെ ദൈവത്തെ രക്ഷിക്കാൻ ഫയർഫോഴ്സ് വരേണ്ടി ഗതികേട് വരും, ഇതൊക്കെ വരും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, സൃഷ്ടാവ് ഒരു കെട്ടിടങ്ങളിലും കുടിയിരിക്കുന്നില്ല. പിന്നെ എവിടെയാ നിങ്ങൾ പറയുന്നത് ദൈവം കുടിയിരിക്കുന്നത്? വേദപുസ്തകം പറയുന്നു, ദൈവം വസിക്കുന്ന മന്ദിരം നിന്റെ ഹൃദയമാണ്. എന്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരത്തിൽ വസിക്കുവാനാണ് ദൈവം വസിക്കുന്നത്. അപ്പൊ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണം. കുടിയിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. അങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിലാണ് ദൈവം കുടിയിരിക്കേണ്ടതെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? മനുഷ്യൻ വേണം. അതുകൊണ്ട് ഒരുത്തരിൽ നിന്ന്, ആദമിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. ഇതാ വായിച്ചത്. മനുഷ്യന്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കാൻ ആശിക്കുന്നത്. പക്ഷെ ഇന്ന് അതിന് കഴിയുന്നില്ല. എന്തുകൊണ്ടാ? അവന്റെ അകത്ത് പ്രവേശിച്ച പാപമെന്ന് പറയുന്ന ഇരുട്ടാണ് ഇപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിൽ കൂടിയിരിക്കുന്നത്. ആ ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടിയാണ് മനുഷ്യൻ ഈശ്വരന്മാരെ തപ്പി അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി മോക്ഷം തേടി മനുഷ്യൻ അലയുകയല്ലേ? ഓടി കാറുള്ളവനും ഓടി നടക്കുന്നവനും ഒരുപോലെ അലയുന്ന മോക്ഷം തേടി. കാശുള്ളവനും കാശില്ലാത്തവനും ദരിദ്രനും ധനവാനും കറുത്തവനും വെളുത്തവനും ഉയർന്നവനും താഴ്ന്നവനും ജോലിയുള്ളവനും ജോലിയില്ലാത്തവനും സകല ആളുകളും മോക്ഷം തേടി അലയുന്നു. മോക്ഷത്തിനായി ഈശ്വരന്മാരോട് നിലവിളിച്ചു. പുരാണങ്ങൾ നോക്കിയാൽ മോക്ഷത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ സൂക്തങ്ങൾ എത്ര എണ്ണം എഴുതപ്പെട്ടു. പുരാണങ്ങളിലേക്ക് നിലവിളിക്കുക. തമസോമാം ജ്യോതിർഗമയ. എന്താ അർത്ഥം? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലും ഭഗവൻ. അങ്ങനെയാ. ഇസ്ലാമിക സൗരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, അങ്ങനെയുള്ള പ്രാർത്ഥനാ സൂക്തം വല്ലതും നിങ്ങൾക്കുണ്ടോ? അവര് പറയും ഉണ്ട്. എവിടെ? ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്മാരുടെ ദിനചര്യകളുണ്ട്, പ്രാർത്ഥനാ സൂക്തങ്ങളുണ്ട്. അതിലൊന്ന് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എന്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ. പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം. പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകണം. മനസ്സിലാകുന്നുണ്ടോ? അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ടു. പാപം മനുഷ്യന്റെ അകത്തിരിക്കുന്നു. ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ പറയും, പൗലോസ്ലീഹ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? സകല വേദങ്ങളും ഒന്നുപോലെ പറഞ്ഞു, മനുഷ്യന്റെ അകത്ത് പാപമുണ്ട്. പാപത്തിൽ നിന്നൊരു മോക്ഷം തേടി അവൻ നിലവിളിച്ചു കിട്ടിയില്ല. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ നടത്തി കിട്ടിയില്ല. തീർത്ഥയാത്രകൾ നടത്തി കിട്ടിയില്ല. പുണ്യകർമ്മ ക്രിയാദികൾ നടത്തി കിട്ടിയില്ല. എന്തിനധികം പറയുന്നു? മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി, കൂടപ്പുറപ്പായ മനുഷ്യനെ വെട്ടി നുറുക്കി പത്തനംതിട്ട ഇലന്തൂരിൽ നരബലി നടത്തി നോക്കി. മോക്ഷം കിട്ടിയോ? ഇല്ല. അകത്ത് കിടന്ന് ഉണ്ട തിന്നുന്നു. ഇപ്പൊ ഉണ്ടയില്ല, ചപ്പാത്തിയാന്ന പിള്ളേര് പറയുന്നു. തിന്നുന്നു. ഏതായാലും മോക്ഷം തേടി ആവുന്ന പണി 58 ചെയ്ത് ഇന്നും 2024 മനുഷ്യൻ മോക്ഷം തേടി അലയുന്നു. കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു കൂട്ടുകാരനെ കണ്ടു വഴി വെച്ച്. അളിയ എന്നെ കൊണ്ടാ? ഓ അടിപൊളിയെ. എവിടെ പോയി അളിയ? യാത്ര പോയിരുന്ന അളിയ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? സൂപ്പർ ആയിരുന്നു അളിയ. മോക്ഷം കിട്ടിയോ? അറിയത്തില്ല അളിയ, അടുത്ത വർഷം പോണോ? പോവുകയല്ലേ? മോക്ഷം തേടി മനുഷ്യൻ ഇന്നും അലയുകയല്ലേ?
എവിടെ കിട്ടും മോക്ഷം? ഈശ്വരന്മാരോട് നിലവിളിക്കുന്നു, കിട്ടിയില്ല. നേർച്ച കാഴ്ചകൾ, പുണ്യകർമ്മ ക്രിയാദികൾ, തീർത്ഥയാത്രകൾ സകലതും നടത്തുന്നു, കിട്ടുന്നില്ല. അകത്തൊരു ശൂന്യത മാത്രം ബാക്കി, ഒരു സമാധാനവും കിട്ടുന്നില്ല. ആ ഇരുട്ടൊന്ന് മാറിപ്പോകുന്നതായി തോന്നുന്നേയില്ല. പിന്നെ എവിടെ കിട്ടും? നിലവിളിച്ചു, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലും ദൈവമേ എന്ന് മനുഷ്യൻ നിലവിളിച്ചപ്പോൾ സകല മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്ന് ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഇന്ന് രാത്രി പുന്നവേലിയോട് പറയട്ടെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്രയും രാത്രി പുന്നവേലിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗം ഇല്ല. അതാണ് സുവിശേഷം. അത് പറയാനാ ഞങ്ങൾ ഈ യോഗം നടത്തിയത്. നിങ്ങൾക്ക് ചെവി ഉണ്ടെങ്കിൽ കേൾക്കല്ലേ? വിട്ടുകളാ. സുവിശേഷം, ലോകത്തിന്റെ വെളിച്ചമാകുന്നവൻ ഒരു നാണയത്തുട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ ഇന്ന് രാത്രി ആ ഹൃദയത്തിന്റെ വാതിൽ യേശുവിനായി ഒന്ന് തുറന്നു കൊടുത്താൽ ലോകത്തിന്റെ വെളിച്ചമായവൻ സൗജന്യമായി നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് കടന്നു വരും. അകത്തിരിക്കുന്ന ഇരുട്ടിനെ പറിച്ചെടുത്ത് പുറത്തെറിയും. നാളെ മുതൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും സ്നേഹിത. നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടിലെ കവലയിൽ ഞാനും കൂട്ടുകാരുമായി കുപ്പിയെടുത്ത് ഷെയറിട്ട് കുപ്പിയെടുത്ത് അടിച്ച് പാക്കും പാൻപരാഗം ചവച്ച് മുണ്ടും മടക്കി കുത്തി കവലയിൽ കൂടെ പോകുമ്പോൾ ആ പീഡിയക്കാര് ചൂണ്ടി, അവൻ ഏതാ പോന്നവൻ ഏതാന്ന് ചോദിച്ചാൽ അടുത്ത കടക്കാരൻ പറയും, ഓ അതില്ല, പിന്നെ ഇളയ കുഞ്ഞിന്റെ കൊച്ചുമോനാണ്. ഏത്? സലാമിന്റെ മോനെ, ജമീലാണോ മോന്? ഓ തലതെറിച്ചവൻ. അങ്ങനെയൊക്കെ പറഞ്ഞു. യേശു അകത്ത് വന്നപ്പോൾ, ജീവിതത്തിന്റെ ചരിത്രം മാറിയപ്പോൾ, ഇന്ന് ഞാൻ ഈ വസ്ത്രം ധരിച്ച് എന്റെ നാട്ടിലെ കവലയിലോട്ട് ചെന്നിറങ്ങിയാൽ കുറഞ്ഞ പക്ഷം മുണ്ടിന്റെ മടിക്കുത്തെങ്കിലും ഒന്ന് അഴിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ ചെറുപ്പക്കാരുടെ ഒക്കെ മുന്നിൽ ജീവിതത്തിന്റെ ചരിത്രം മാറ്റി എഴുതി, ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി ജീവിതത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയ ഒരു രക്ഷകനെ ഇന്ന് രാത്രി പുന്നവേലിയിൽ ഞങ്ങൾ ഉയർത്തുന്നു. അവിടുത്തെ നസ്രത്തുകാരനായ യേശു ക്രിസ്തു, ജനനത്തിൽ പാപമില്ലാതെ ജനിച്ചവൻ, പാപം തീണ്ടാത്തവൻ, ഇബ്ലീസിന്റെ കുത്തേൽക്കാത്തവൻ, ജീവിക്കുന്നവൻ, മരണത്തെ ജയിച്ചവൻ, വീണ്ടും വരുന്നവൻ ഒരുത്തനേ ഉള്ളൂ. ഉലകം കണ്ട സകല പ്രവാചകന്മാരും പനി പിടിച്ച് ലോകത്ത് നിന്ന് ചത്തുപോയപ്പോൾ ഒരുത്തൻ മരിക്കാതെ ഇന്നുകൊണ്ട് ഇനിയും വരുമെന്ന് പറയാ, ഇനിയും വരുമെന്ന്. അപ്പൊ മരിച്ചിട്ടില്ലേ? ഇല്ലില്ല. ഇപ്പൊ നിങ്ങൾ ഈ ക്രിസ്ത്യാനികൾ ക്രൂശിച്ചു അതൊക്കെ ചുമ്മാതാ, പുള്ളി മരിച്ചിട്ടില്ലെന്ന്. പിന്നെ എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇനി വീണ്ടും വരുമെന്ന്. അപ്പൊ ഇപ്പൊ പുള്ളി ജീവനോടുണ്ടോ? ഉണ്ട്. അങ്ങനെ പിന്നെ ജീവനോടുള്ളവനോടല്ലേ പ്രാർത്ഥിക്കണം? അതല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. സകല പ്രവാചകന്മാരും മരിച്ച് കുഴിക്കകത്ത് കയറി മണ്ണോടല്ലി ചേർന്നപ്പോൾ ഒരുത്തൻ മാത്രം മരിക്കാതെ ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നെങ്കിൽ ജീവിക്കുന്നവനോടല്ലേ പ്രാർത്ഥിക്കണം? ജീവനുള്ളവനല്ലേ കേൾക്കാനും കാണാനും മറുപടി പറയാനും പറ്റുള്ളൂ. അതുകൊണ്ട് ആ കാലങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ പറയുന്ന ഒരു പദമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, മറുപടി അയക്കുന്ന ദൈവം, ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ദൈവം, ചെവിയിൽ വന്ന് മന്ത്രിക്കുന്ന ദൈവം. അങ്ങനെ ജീവനുള്ള ഒരു ദൈവം, അവനാണ് നസ്രയത്തുകാരനായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഞാൻ പുന്നവേലിക്കാരോട് പറയട്ടെ, പാപത്തിന്റെ പടുകുഴിയിൽപ്പെട്ട് ഈ ലോകത്തിന്റെ ജീവിതം സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിച്ചു പോകുന്ന ജനങ്ങളുടെ നടുവിലേക്ക് സമാധാനമായി സ്വർഗത്തിൽ ഇറങ്ങി വന്ന സമാധാനത്തിന്റെ ദൂതനായ യേശു ക്രിസ്തു പിറന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം.
ഞാനൊരിക്കൽ ഇങ്ങനെ ഒരു കവല നിന്നുകൊണ്ട് പറഞ്ഞു, പാസ്റ്ററെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അപ്പൊ അടുത്തുള്ള ഒരു ക്രിസ്ത്യാനി ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് പറയാ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ ചേട്ടാ, അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ബൈബിളിൽ അങ്ങനെ അല്ല. പിന്നെ എങ്ങനാ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. തന്മനസ്സം കൊണ്ട് കിടന്നാൽ സമാധാനം കിട്ടൂല. ദൈവപ്രസാദം ഉണ്ടെങ്കിൽ സമാധാനം കിട്ടും. അപ്പൊ ചോദിക്കും, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കും? ഒന്നും ചെയ്യണ്ട, ഒറ്റ വരി, താൻ അയച്ചവനിൽ വിശ്വസിക്കുന്നത് അത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. യേശുക്രിസ്തു വിശ്വസിക്കുക. ദിവ്യ സമാധാനം നിന്റെ ഹൃദയത്തിൽ, ദിവ്യ സമാധാനം നിന്റെ കുടുംബത്തിൽ, ദിവ്യ സമാധാനം നിന്റെ തലമുറയിൽ. പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ലോകം തരുന്ന പോലെ അല്ല. ലോകം സമാധാനം തരും എപ്പോഴാ? എന്റെ കൂട്ടുകാരൻ എനിക്ക് തന്ന സമാധാനം, ബാറിൽ കൊണ്ടുപോയി ഒരു കുപ്പി സമാധാനം മേടിച്ച് മുമ്പിൽ വെച്ചു, അത് കുടിച്ചു തീരുന്നവരെ സമാധാനം കിട്ടും. അതാ ലോകം തരുന്ന സമാധാനം. 3 മണിക്കൂർ സിനിമാ തിയേറ്ററിൽ ലോകം ഒരു സമാധാനം തരും, അവിടെ ഇറങ്ങി കഴിയുമ്പോൾ പഴയ ഗതി. ലോകം അങ്ങനെ പല സമാധാനങ്ങളും തരും. എന്നാ യേശു പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലല്ല. നിന്റെ ഹൃദയത്തിനകത്ത് ശാന്തിയും സമാധാനവും നിറച്ച് സന്തോഷമുള്ള ഒരു ജീവിതം ഈ ഭൂമിയിലും പോരാ 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 പോരാ. കേവലം മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവി അല്ല മനുഷ്യൻ. മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട്. നാളൊരു കുടിയൻ വന്നിട്ട് ചോദിച്ചു, ആരെങ്കിലും ചത്തട്ട് വന്ന് പറഞ്ഞോടോ മരണത്തിന്റെ അപ്പുറത്ത് ഉണ്ടോന്ന്? ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഉണ്ടടോ. ചത്തട്ട് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്ന്. മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ പോയി, ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്ന ഒരുത്തനാ ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട് കേട്ടോ. അല്ലാതെ ചില ആളുകൾ പറഞ്ഞ പോലെ, ഓ ഇതൊക്കെ ചുമ്മാതാണോന്നു. പണ്ട് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഇരട്ടക്കുട്ടി, എന്റെ ചിന്തയാ കേട്ടോ, ഇരട്ടക്കുട്ടികൾ വയറ്റിൽ കിടക്കുക. ഒരുത്തൻ പറയുക, എടാ അളിയ 9 മാസം കഴിയുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് ചെന്ന് വീഴും. എവിടെ? പിന്നെ പൂക്കളുണ്ട്, പുഴകളുണ്ട്, പൂമ്പാറ്റയുണ്ട്, പൂന്തോട്ടമുണ്ട്, മാവുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, അങ്ങനെ എല്ലാം നല്ലുള്ള ഒരു ലോകത്തിലോട്ട് 9 മാസം കഴിയുമ്പോൾ നമ്മൾ ചെല്ലും. അവിടെ വെച്ച് നമ്മൾ നമ്മുടെ പപ്പയുടെ മുഖം കാണും. ഇപ്പൊ മറ്റവൻ പറയുകയാണെ, ചുമ്മാ പോടെ, ഇതാണ് നമ്മുടെ ലോകം, ഇതാണ് നമ്മുടെ ലോകം. കൃത്യമായ ആഹാരം ഇവിടെ, കൃത്യമായ ഭക്ഷണം, വെള്ളമെല്ലാം ഇവിടെ. ഇവിടെ അപ്പനും അമ്മയും പറയുന്നതും പാടുന്നതൊക്കെ നമ്മളിവിടെ കിടന്ന് കേൾക്കുന്ന എല്ലാ പരിപാടിയും എല്ലാം ഇവിടെ. ഇതാണ് നമ്മുടെ ലോകം. ഇതിന്റെ അപ്പുറത്തൊരു ലോകം ഇല്ല. മറ്റവൻ 9 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുഞ്ഞു പറഞ്ഞതുപോലെ ഒരു ലോകത്തിലേക്ക് പിറന്നു വീണു. പപ്പാടെ മുഖം കണ്ട് ചിരിച്ചു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, 70-80 വയസ്സ് വരെ ഭൂമി എന്ന ഗർഭപാത്രത്തിന്റെ അകത്ത് ചുരുണ്ട് കിടക്കുന്ന മനുഷ്യൻ പറയുക, ഇതാളിയാ നമ്മുടെ ലോകം. ഒരു ജന്മല്ലേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ജീവിക്കട, ഇതിന്റെ അപ്പുറത്തൊരു പിണ്ണാക്കും ഇല്ല, ഇവിടെ തന്നെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഓർക്കണം, 70-80 അപ്പുറത്ത് നിന്നെ സൃഷ്ടിച്ച പപ്പായുടെ മുഖം കാണുന്ന മറ്റൊരു തലത്തിലേക്ക് നീ പോകും, മറ്റൊരു ലോകത്തിലേക്ക് നീ പോകും. നിന്നെ നിർമ്മിച്ച ദൈവത്തെ മുഖാമുഖമായി കാണുന്ന ഒരു മരണാനന്തര ജീവിതത്തിലേക്ക് നീ ചെല്ലും. അവിടെ വെച്ച് നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മുഖം കാണുന്ന ഒരു ദിനമുണ്ടെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഇന്ന് രാത്രി പുന്നവേലിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയട്ടെ, ഇത് മതം മാറ്റുന്ന സന്ദേശമല്ല. ഇവിടെ ആരും മതം മാറണ്ട. ഞങ്ങൾ കൊല്ലത്ത് പറമ്പിൽ ഒരു ചെടിയുണ്ട്, ഞങ്ങൾ കൊല്ലത്തുകാർ വിളിക്കുന്നത് ചൊറിതണമെന്ന. ഇവിടെ അങ്ങനെയാണോ? എന്താ അങ്ങനെ വിളിക്കാൻ കാര്യം? അതിന്റെ സ്വഭാവം അങ്ങനെ, ആരുടെ മേത്ത് തട്ടിയാലും ചൊറിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ചൊറിതണത്തെ പറമ്പിൽ നിന്ന് വേരോട് ഇളക്കി എടുത്ത് ചില്ലിട്ട ഷോക്കേഴ്സിലെ AC റൂമിൽ കൊണ്ട് വെച്ചാലും ചൊറിയണം എന്ത് ചെയ്യും? ചൊറിയും. അപ്പൊ സ്ഥലം മാറിയിട്ട് കാര്യമില്ല. എന്നാ പേര് മാറ്റിയാലോ? ചൊറിതണത്തിന്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിന്റെ അകത്ത് മണിക്കുട്ടി എന്ന് എഴുതി ഒട്ടിച്ച് പോയി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ മണിക്കുട്ടിയേന്ന് പറഞ്ഞ് എന്നൊരു ഉമ്മ കൊടുത്തേ, എന്നാലും എന്ത് ചെയ്യും? പേര് മാറിയാലും സ്ഥലം മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയും. അവിടെ ഇന്ന് രാത്രി പുന്നവേലിയോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ആരും പേരും മതവും സർട്ടിഫിക്കറ്റും ഒന്നും മാറണ്ട. ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറും. ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറും. ഇന്നലെ വരെ ഈ ലോകം നിന്നെ പഴിച്ചെങ്കിൽ, നീ ഭൂമിക്ക് ഭാരമാണെന്ന് പറഞ്ഞെങ്കിൽ, നീ തുറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞെങ്കിൽ, അതേ ലോകം നാളെ നിന്നെ നോക്കി പറയും, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നീ ഈ ദേശത്തിനൊരു അനുഗ്രഹമാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്നെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ കുടുംബം
ദേശം നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷകൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി നിന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ഈ ഭൂമിയിലും പോരാ, വരുവാനുള്ള സ്വർഗരാജ്യത്തിൽ സൗജന്യമായ പ്രവേശനവും സാധ്യമാക്കി തരാൻ കഴിയുന്ന ഉലകം കണ്ട ഏകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി ഇന്ന് രാത്രി ശബ്ദപരിധിയിൽ നിൽക്കുന്ന നിന്നുകൊണ്ട് ഒരൊറ്റ കാര്യം, ഹൃദയത്തിന്റെ വാതിൽ ഇന്ന് രാത്രി യേശുവിനായി തുറന്നു കൊടുത്തുകൊണ്ട് പറ, യേശുവേ, അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എന്റെ കയ്യിൽ തരാൻ പണമില്ല, എനിക്ക് പദവിയില്ല, എനിക്ക് പുകഴാനൊന്നുമില്ല, പക്ഷേ എന്റെ ഹൃദയം ദൈവത്തിന്റെ ആലയമാക്കി തരുവാൻ, അങ്ങേക്ക് വസിക്കുവാൻ ഞാനിതാ എന്റെ ഹൃദയം തുറക്കുകയാണ്. എന്റെ ഹൃദയത്തിന്റെ അകത്ത് ലോകത്തിന്റെ വെളിച്ചമാകുന്ന അങ്ങ് കടന്നു വന്ന് എന്റെ ഹൃദയക്കൂടിൽ കുടിയിരിക്കുന്ന സകല തിന്മയുടെയും പാപത്തിന്റെയും ഇരുട്ടിനെ പുറത്താക്കിക്കൊണ്ട് ഈ ദൈവ കുഞ്ഞുങ്ങൾ വസിക്കുന്ന സമാധാനത്തിലേക്ക്, ഈ സന്തോഷത്തിലേക്ക് എന്നെ നയിക്കണമെന്ന് ഇന്ന് രാത്രി ഇരിപ്പിൽ ആരേറ്റു പറയും? ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. ദിവ്യ സമാധാനം നിനക്ക് തരും. നിന്റെ പേര് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അങ്ങനെ എഴുതപ്പെട്ട, അങ്ങനെ വേർതിരിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ തന്റെ അടുക്കലേക്ക്, ആ പഴയ ബന്ധത്തിലേക്ക്, ഏദനിലെ പുത്രത്വത്തിലേക്ക് എന്നെയും നിന്നെ തിരികെ കൊണ്ടുപോകാൻ ആ യേശു ക്രിസ്തു വേഗത്തിൽ മടങ്ങി വരാൻ പോവുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ആ കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി ആ യേശു ക്രിസ്തു മടങ്ങി വന്നാൽ എനിക്കും ആ കർത്താവിനോട് കൂടെ പോകണം, അല്ലല്ല ഞാനും പോകും എന്ന് ഇന്ന് രാത്രി ഉറച്ച തീരുമാനമുള്ളവരെല്ലാം ചേർന്ന് ആ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത് ഒരുമിച്ച് ആരാധിച്ച് ആനന്ദത്തോടെ